ശേഷം നോക്കണം. എൻ്റെ വീട്ടിലേ അതാണ് ഞാൻ ഒന്ന് ഇറങ്ങി നിൽക്കോ ബാക്കോട്ട് സ്ഥലം രണ്ട് മാസത്തിനിടയ്ക്ക് 2-3 പ്രാവശ്യം ഇതേ ഒരു ട്രോമയിലൂടെ കടന്നു പോകുന്നുണ്ട്. ഇപ്പം ഇന്നലത്തെ ഒരു അവസ്ഥയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു സ്ട്രെസ്ഫുൾ ആണ് ആനിമൽ. It is collectively human failure if you see that such an elephant can die because with so much of crowd around. തണ്ണീർക്കൊമ്പൻ ചരിഞ്ഞു. മണിക്കൂറുകൾ നീണ്ട സമ്മർദ്ദത്തെയും ശാരീരിക അസ്വസ്ഥതകളെയും രോഗത്തെയും മയക്കുമരുന്നിന്റെ തീവ്രതയെയും ആ ജീവന് നേരിടാൻ കഴിഞ്ഞില്ല. ആന ചരിഞ്ഞതോടെ ദൗത്യത്തിനെതിരെ വലിയ വിമർശനങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ദൗത്യം സുതാര്യമായിരുന്നുവെന്ന വനമന്ത്രി. കൊമ്പൻ ചരിഞ്ഞതെങ്ങനെ? ദൗത്യം പരാജയമോ വിജയമോ? ഈ ദൗത്യത്തിൽ നിന്ന് പഠിക്കാനുള്ളതെന്ത്? ജനം എന്തു ചെയ്യണം? സൂപ്പർ പ്രൈം ടൈമിൽ നമ്മളോടൊപ്പം അതിഥികൾ ചേരും. പരിസ്ഥിതി പ്രവർത്തകൻ ശ്രീ CR നീലകണ്ഠൻ, കിഫയുടെ പ്രതിനിധി ശ്രീ അലക്സ് ഒഴുകയിൽ, വയനാട് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സംഷാദ് മരക്കാർ, പരിസ്ഥിതി പ്രവർത്തകൻ S ഗുരുവായൂരപ്പൻ, മുൻ വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ O ജയരാജൻ, റിസർച്ചർ ഡോക്ടർ ശ്രീധർ എന്നിവർ. ഇതിലേക്ക് വനമന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണം നമുക്ക് ലഭ്യമാണ്. അദ്ദേഹത്തിലേക്ക് ആദ്യം. അപ്രതീക്ഷിതമായൊരു സാഹചര്യത്തെയാണ് മിനിസ്റ്റർ നമുക്ക് വനം വകുപ്പിന് നേരിടേണ്ടി വന്നത്. നമുക്കത് വിജയകരമായി പര്യവസാനിപ്പിക്കാൻ കഴിഞ്ഞില്ല. ഒരർത്ഥത്തിൽ ദൗർഭാഗ്യകരമായ സംഭവമാണ്. വിമർശനങ്ങളെ എങ്ങനെ കാണുന്നു? പലരും പ്രചരിപ്പിക്കുന്നത് പോലെ ആ തണ്ണീർക്കൊമ്പനെ രക്ഷിക്കാനാണ് ഗവൺമെൻറ്റും വനംവകുപ്പും ശ്രമിച്ചത്, അതിനെ കൊല്ലാനല്ല. അത്തരം ഉത്കണ്ഠകളോ അഭിപ്രായ പ്രകടനങ്ങളോ വസ്തുതയുമായി പൊരുത്തമില്ലാത്ത ഉത്കണ്ഠകളും അഭിപ്രായ പ്രകടനങ്ങളുമാണ്. കേരളത്തിൽ ഒരു വന്യമൃഗത്തെയും വനംവകുപ്പ് വെടിവെച്ച് കൊന്നിട്ടില്ല. ആകെ ചെയ്യാറ് മയക്കുവെടി വെച്ച് പിടിച്ച് അതിനെ ഉൾക്കാട്ടിലേക്കോ അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ അധീനതയിലുള്ള മൃഗശാലകളിലേക്കോ സംരക്ഷണ മേഖലകളിലേക്കോ അയക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. ഈ വസ്തുത വേണ്ടത്ര ധരിക്കാതെയാണ് തെറ്റായ വിധത്തിലുള്ള ചില വാർത്തകൾ പുറത്തു വരുന്നത്. അത് അങ്ങേയറ്റം അപലപനീയമാണ്. മിനിസ്റ്റർ, ഇപ്പോഴുണ്ടാകുന്നൊരു വിമർശനം ജനങ്ങളുടെ ആശങ്കയ്ക്ക് മുൻഗണന നൽകി ആനയുടെ ആരോഗ്യാവസ്ഥ പരിഗണിച്ചില്ല എന്നുള്ളതാണ്. ആവശ്യമായ കരുതൽ ഉണ്ടായില്ല എന്നും. അതിന്റെ വസ്തുത എന്താണ്? അതും വസ്തുതക്ക് നിരക്കാത്തൊരു അഭിപ്രായമാണ്. കാരണം ആനയെ വിശദമായ പരിശോധന, ആനയല്ല ഏത് വന്യമൃഗത്തെയും വിശദമായ പരിശോധന നടത്തണമെങ്കിൽ അതിനെ പിടികൂടിയതിന് ശേഷമേ സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം, അങ്ങനെ പരിശോധിക്കണമെങ്കിൽ പിടികൂടണമെങ്കിൽ എങ്ങനെ? അപ്പോൾ ഇത് തെറ്റിദ്ധാരണ പരത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമാണ്. കാരണം പിടികൂടാതെ എങ്ങനെയാണ് പരിശോധന നടത്തുക? വിശദ പരിശോധന എങ്ങനെയാണ് നടത്തുക? പ്രാഥമിക നിഗമനത്തിലൊക്കെ നോക്കാൻ അതിൻ്റെ ലക്ഷണങ്ങളും കാര്യങ്ങളും കണ്ട് തീരുമാനിക്കാൻ കഴിയും. എന്നാൽ വിശദമായ പരിശോധന നടത്തണമെങ്കിൽ പിടികൂടിയതിന് ശേഷം മാത്രമേ ഏത് വന്യമൃഗത്തെയും, മനുഷ്യനെ ഫോണിലൂടെ പറഞ്ഞ് ചികിത്സിക്കാൻ സാധിക്കുമോ? ദേഹപരിശോധന പൂർണ്ണമായി നടത്തി വിവിധ തരങ്ങളിലുള്ള പരിശോധനകൾ നടത്തണ്ടേ? ആ പരിശോധന നടത്താൻ രോഗി വീട്ടിലും ഡോക്ടർ ദുബായിലും ഇരുന്ന് സംസാരിച്ചാൽ ശരിയാകുന്ന കാര്യമാണോ? അങ്ങനെ എന്താ അത്തരത്തിലുള്ളൊരു തെറ്റായ യുക്തിരഹിതമായ കാര്യങ്ങൾ ഉന്നയിക്കുന്നതിന് എന്താണ് കാരണമെന്ന് എനിക്ക് പറയാൻ വേണ്ടി സാധിക്കില്ല. മിസ്റ്റർ, വേഗത്തിൽ കാര്യങ്ങൾ പരിഹരിക്കാനുള്ള ഒരു അതിസമ്മർദ്ദം വനംവകുപ്പിന് മേലുണ്ടായോ ഇക്കാര്യത്തിൽ? അല്ല, അതിപ്പം കഴിഞ്ഞ കുറച്ച് കാലമായി മലയോര മേഖലയിലെ കർഷക സമൂഹം അനുഭവിക്കുന്ന ദുരിതങ്ങളുമായി ബന്ധപ്പെട്ട് അവർ വലിയ ഉത്കണ്ഠയിലും ആശങ്കയിലും പ്രതിഷേധത്തിലുമാണ് എന്നൊരു സാഹചര്യം നിലവിലുണ്ട്. ആ സാഹചര്യം നിലവിലുള്ളത് എന്ന് കരുതി ആ പ്രശ്നം പരിഹരിക്കാൻ ശ്രമിക്കുക എന്നല്ലാതെ അതിന് നടപടിക്രമങ്ങൾ ലംഘിച്ചുകൊണ്ടുള്ള ഒരു ഉത്തരവും ഒരു തീരുമാനവും വനംവകുപ്പ് ഇതുവരെ നടന്ന ഒരു കാര്യത്തിലും സ്വീകരിച്ചിട്ടില്ല. ഈ ചെറിയൊരു ഇടവേളയ്ക്കുള്ളിൽ 2 തവണ ഡാറ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള വിമർശനങ്ങളോ, അത് ആനയ്ക്ക് താങ്ങാൻ കഴിയുമോ എന്നൊരു പരിശോധന? അല്ല, അതാണ് നമ്മൾ പരിശോധന എന്ന് പറയുന്നതിൽ അവിടെയാണ് പ്രശ്നം. പരിശോധന നടത്തണമെങ്കിൽ ഇതിനെ മയക്കുവെടി വെക്കാതെ പിടിച്ച് എങ്ങനെയാണ് പരിശോധിക്കുക എന്ന അത്ഭുത വിദ്യ ഈ പറയുന്നവരൊക്കെ ഒന്ന് ഉപദേശിച്ചാൽ തരക്കേടില്ല. ഓക്കെ മിനിസ്റ്റർ, അങ്ങ് പറയുന്നത് ശരിയാണ്.
വന്യജീവി ആക്രമണം ഉണ്ടാകുമ്പോൾ ആ വിഷയത്തിൽ ഊന്നിയുള്ളതും അതേ മൃഗങ്ങൾ തന്നെ മരിക്കുകയാണെങ്കിൽ അതിലൂന്നിയുള്ളതുമായ വിമർശനങ്ങളും വനം വകുപ്പിന് കേൾക്കേണ്ടി വരുന്നുണ്ട്. ഈ വിമർശനങ്ങൾക്കും പ്രചാരണങ്ങൾക്കും ഇപ്പോൾ മേനകാ ഗാന്ധിയിൽ നിന്നടക്കം വിമർശനങ്ങളുണ്ടായി. ഈ വിമർശനങ്ങൾക്കുള്ള മറുപടി എന്താണ്? വനം വകുപ്പ് ഇന്നലെ നടത്തിയ പ്രസംഗങ്ങൾക്ക് കേരളത്തിലെ മുഴുവൻ മാധ്യമങ്ങളും സാക്ഷിയല്ലേ. മയക്കുവെടി വെക്കുകയല്ലാതെ വേറെ എന്തെങ്കിലും ഒരു ഉപദ്രവം ആ തണ്ണീർക്കൊമ്പിന് നേരെ വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരോ ജനങ്ങളോ മറ്റാരെങ്കിലും ചെയ്തതായിട്ട് നിങ്ങളുടെ ആരുടെയെങ്കിലും ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ? ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ രഹസ്യമായി എന്തെങ്കിലും ഒരു ഏർപ്പാട് ചെയ്യാൻ വേണ്ടി ആ മാനന്തവാടി ഉണ്ടായിരുന്ന സാഹചര്യത്തിൽ ആർക്കെങ്കിലും സാധിക്കുമെന്ന് ആരെങ്കിലും കരുതുന്നുണ്ടോ? അപ്പോൾ തെറ്റായ പ്രചരണമുണ്ടാക്കി ഇവിടെ വന്യജീവികളെ കൊല്ലുന്നു. വന്യജീവികളെ കൊല്ലുക എന്നുള്ളൊരു പ്രശ്നം എൻ്റെ ഓർമ്മയിൽ ഇപ്പോൾ അടുത്ത കാലത്തൊന്നുമില്ല. എന്നാൽ വന്യജീവികളും ഒരു കാലം കഴിയുമ്പോഴും മരിക്കുമെന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കണം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം മിനിയാന്ന മറ്റും കാട്ടിലൊരു പുലി മരിച്ചല്ലോ. ആ മരിച്ചത് വനംവകുപ്പ് ഉദ്യോഗസ്ഥന്മാർ കൊല്ലുകയാണോ? മരിക്കുന്നതും കൊല്ലുന്നതും തമ്മിലുള്ള വ്യത്യാസം പോലും എന്താണെന്ന് മനസ്സിലാക്കാതെ അഭിപ്രായ പ്രകടനം നടത്തുന്നതിന് എങ്ങനെയാണ് നമുക്ക് മുഖവിലക്കെടുക്കാൻ കഴിയുക? ക്രിയാത്മകമായ വിമർശനവും നിർദ്ദേശങ്ങളും ഏത് കാലത്തും സ്വീകരിക്കാൻ വനംവകുപ്പ് തയ്യാറാണ്, ഗവൺമെൻറ്റും തയ്യാറാണ്. അതിനു പകരം അഭ്യൂഹങ്ങളുടെയും തെറ്റായ തരത്തിലുള്ള ചിന്തകളുടെയും അടിസ്ഥാനത്തിലുള്ള പ്രചരണങ്ങൾക്ക് ഒരു മറുപടി പറയാൻ എങ്ങനെയാണ് സാധിക്കാമെന്ന് എനിക്കറിയില്ല. ഞാനത് അവരത് കുറേ കൂടി ആലോചിച്ച് പറയുന്നത് നമുക്ക് സമൂഹത്തിന് നല്ലതായിരിക്കും എന്ന് മാത്രമാണ് എനിക്ക് അവരോട് പറയാനുള്ളത്. മിനിസ്റ്റർ, പക്ഷേ ഈ ദൗത്യങ്ങൾ പാളിപ്പോകുന്നില്ല എന്ന് പറയാൻ കഴിയുമോ? മയക്കുവെടി വെച്ച് പിടിച്ച തിരുവനന്തപുരത്ത് ഒരു കരടി, അത് ചത്തുപോയി. പിന്നീട് പെരിങ്ങത്തൂർ ഒരു പുലി ചത്തുപോയി. ഇതൊക്കെ വിമർശനം വിളിച്ചു വരുത്തുകയില്ലേ? അതെ, അതിൽ ഏതിലാ വനം വകുപ്പ് അവരെ കൊന്നത്? പക്ഷെ ഞാൻ അത്തരം അഭിപ്രായങ്ങൾ ചൂണ്ടിക്കാണിക്കുകയാണ്. അതെ, മയക്കുവെടി വെക്കാതെ എങ്ങനെയാണ് ഈ ഒരു മൃഗത്തെ പിടിക്കുക? വന്യജീവികളെ പിടിക്കുന്ന മയക്കുവെടി വെക്കാതെ പിടിക്കുന്ന ഒരു വിദ്യ പരിശോധിക്കണമെങ്കിലും മറ്റേത് വല കെട്ടി പിടിച്ചിട്ട് അവിടെ തന്നെ വെക്കാൻ സാധിക്കും. പരിശോധിക്കണമെങ്കിൽ മയക്കുവെടി വെക്കാതെ എങ്ങനെ പരിശോധിക്കാൻ കഴിയുമെന്നാണ് ഈ വിദഗ്ധന്മാർ പറയുന്നത്. ഇവരൊക്കെ അതിവിദഗ്ധന്മാരല്ലേ. അതൊന്ന് ഉപദേശിച്ച് വന്നാൽ ആ മാർഗം ഉപയോഗിക്കാൻ കഴിയുമെന്നുള്ളത് നമുക്ക് പരിശോധിച്ച് നോക്കുന്നതിന് ഞങ്ങൾക്ക് തുറന്ന മനസ്സാണുള്ളത്. തണ്ണീർക്കൊമ്പന് തന്നെ ഒരു മുഴയുണ്ടായിരുന്നു, ശാരീരിക അസ്വസ്ഥതകൾ ഉണ്ടായിരുന്നു എന്നൊക്കെയുണ്ട്. അതൊക്കെ പരിഗണിക്കപ്പെട്ടിട്ടുണ്ടോ ഈ ദൗത്യത്തിൽ? അതാണല്ലോ നമ്മൾ കൂടുതൽ പരിശോധന നടത്തിയതിന് ശേഷം മാത്രമേ, വിദഗ്ധ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ കാട്ടിലേക്ക് പറഞ്ഞേക്കാൻ പാടുള്ളൂ എന്ന തീരുമാനമെടുത്തത്. അതിനുള്ള ശ്രമങ്ങളാണല്ലോ നടന്നുകൊണ്ടിരുന്നത്. പക്ഷേ ആ ശ്രമത്തിനിടയിൽ ദൗർഭാഗ്യവശാൽ എല്ലാവരെയും വേദനിപ്പിച്ചുകൊണ്ട് ആ കൊമ്പൻ എന്ന് പറയുന്ന ആന മരിച്ചുപോയി. അതിനെ പിടിക്കണമെന്ന് പറഞ്ഞവർക്ക് എല്ലാവർക്കും വേദന ഉണ്ടാക്കിയൊരു കാര്യമാണ്. അത് വലിയൊരു നഷ്ടമാണ്. നടക്കുന്നൊരു വാർത്തയാണ് ഇന്ന് രാവിലെ നമുക്ക് കേൾക്കേണ്ടി വന്നത്. പക്ഷേ അത് വനം വകുപ്പ് ബോധപൂർവം അതിനെ കൊന്നതാണ് എന്ന നിലത്തിൽ തെറ്റായ തരത്തിലുള്ള വ്യാഖ്യാനവും പ്രചരണവും അടിസ്ഥാനരഹിതമാണ്. അത് ശക്തിയായി ഞാൻ നിഷേധിക്കുന്നു. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. ഈ ജനവാസ മേഖലയിലേക്കുള്ള ആനയുടെ വരവും അതിന്റെ മൂവ്മെന്റും ഒക്കെ കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടായിരുന്നോ? അല്ല, മൂവ്മെൻറ്റ് മനസ്സിലായാൽ അത് മൂവ്മെൻറ്റ് മനസ്സിലായത് കൊണ്ടാണല്ലോ അവിടെ മാനന്തവാടിയിലേക്ക് നമ്മുടെ വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർ എത്തിയത്. ആ സ്പോട്ടിലേക്ക് ഉദ്യോഗസ്ഥന്മാർ രാവിലെ ആകുമ്പോഴേക്കും എത്തിയില്ലേ? അവിടെ നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ മാധ്യമങ്ങളുടെ മുഴുവൻ മാധ്യമങ്ങളും ചാനലുകളും അവിടെ ഉണ്ടായിരുന്നല്ലോ. നിങ്ങളുടെ മുമ്പിൽ വെച്ചല്ലേ എല്ലാ നടപടികളും സ്വീകരിച്ച്. എന്തെങ്കിലും ഒളിപ്പിച്ച് വെച്ച് എന്തെങ്കിലും ഒരു നടപടി അവിടെ ഉണ്ടായിട്ടുണ്ടോ? ഒന്നും അവിടെ ഉണ്ടായില്ലല്ലോ. അതേസമയത്ത് ഒരു ഗവൺമെൻറ് എന്നുള്ള നിലക്ക്, വനം വകുപ്പ് എന്നുള്ള നിലക്കും വന്യജീവികളെയും വനത്തെയും സംരക്ഷിക്കേണ്ട ബാധ്യതയുണ്ട്. ഒപ്പം ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം നൽകുക എന്ന ബാധ്യത ഭരണകൂടങ്ങളുടെ ചുമതലയാണെന്ന് ശ്രീമതി മനേകാ ഗാന്ധി പോലെയുള്ള ആളുകൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ടാണ് എന്ന് ഞാൻ അത്ഭുതപ്പെടുകയാണ്. മിനിസ്റ്റർ, അങ്ങ് പറഞ്ഞതിൽ ഒരു കാര്യം, വയനാട്ടിലെ ജനങ്ങൾ വലിയ ആശങ്കയിലാണ്. സർക്കാരിന് അവരെ ഈ വിമർശനങ്ങളുടെ എല്ലാം ഇടയിൽ നിന്ന് ആശ്വസിപ്പിക്കാൻ കഴിയുന്നുണ്ടോ? ഈ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ കഴിയുമെന്ന് ഉറപ്പ് നൽകാൻ കഴിയുന്നുണ്ടോ? അല്ല, അത് കഴിഞ്ഞ ഒരു 1.5 കൊല്ലമായി അവർ വനമേഖലയിൽ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ദുരിതങ്ങളുടെ പശ്ചാത്തലത്തിലാണ് അവരുടെ ദുഃഖവും ആശങ്കയും. ആ ദുഃഖവും ആശങ്കയും നഷ്ടവും പരിഹരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനുള്ള ചുമതല സർക്കാരിനില്ല എന്നാണ് ഈ വാദിക്കുന്നവരൊക്കെ പറയുന്നത്. സർക്കാരിന് 2 ബാധ്യതയുണ്ട്. രണ്ടും ഒരേപോലെ കണ്ടുകൊണ്ട്, വളരെ പ്രാധാന്യത്തോടുകൂടി കണ്ടുകൊണ്ട് ഏറ്റവും ശരിയായ രീതിയിൽ നിയമങ്ങൾക്കനുസരിച്ച് നിയമം പാലിച്ചുകൊണ്ട് നിർവഹിക്കുക എന്നതാണ് വനം വകുപ്പിലെ ഉദ്യോഗസ്ഥന്മാരുടെ ചുമതല.
ആ ചുമതല നിർവഹിക്കുന്ന കാര്യത്തിൽ ഒരു വീഴ്ചയും വനംവകുപ്പിലെ ഉദ്യോഗസ്ഥന്മാർക്ക് ഉണ്ടായിട്ടില്ല. വളരെയധികം നന്ദി മിനിസ്റ്റർ. ഈ സമയത്ത് ഞങ്ങളോട് പ്രതികരിച്ചതിന് എന്തായാലും വനംവകുപ്പിന് വലിയ സങ്കീർണതകൾ നിറഞ്ഞ ഒരു ദൗത്യമാണ് പൂർത്തിയാക്കേണ്ടിയിരുന്നത്. പക്ഷേ അത് സ്വാഭാവികമായി നമ്മൾ ആ ദൗത്യം പൂർത്തിയാക്കി ആ ആനയെ സുരക്ഷിതമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമ്പോഴാണ് അതിന്റെ വിജയം എന്ന് പറയുന്നത്. പക്ഷേ സാധ്യമായതെല്ലാം ചെയ്തു എന്നുള്ളതാണ് വനംവകുപ്പ് തന്നെ വിശദീകരിക്കുകയും ചെയ്യുന്നത്. വനംവകുപ്പ് മന്ത്രി AK ശശീന്ദ്രന്റെ പ്രതികരണമാണ് പ്രേക്ഷകർ കണ്ടത്. നമ്മൾ പാനൽ സ്റ്റിലേക്ക് പോവുകയാണ്. ശ്രീ CR നീലകണ്ഠൻ, നമുക്ക് ഒരു അരിക്കൊമ്പൻ ദൗത്യം കുറച്ച് നാളുകൾക്ക് മുമ്പ് നമ്മുടെ മുന്നിലുണ്ടായിരുന്നു. പക്ഷേ അത് ഇത്രത്തോളം, അതായത് പിന്നെ ആന ആരോഗ്യവാനായിരിക്കുന്നു എന്ന വാർത്തകളാണ് നമ്മളെ തേടി വന്നത്. പക്ഷേ തണ്ണീർക്കൊമ്പൻ ഒരു ദിവസം രാവിലെ, ഒരു പുലർച്ചെ രാവിലെ വലിയൊരു ഭീതി വിതച്ച് ജനവാസ മേഖലയിലൂടെ നടക്കുന്നു. ആർക്കും ഉപദ്രവമൊന്നും ഉണ്ടാക്കിയില്ലെങ്കിലും ശരിയാണ്, ഒരു വന്യജീവി ഏത് സമയത്തും അക്രമാസക്തനാകാൻ കഴിയുന്ന ഒരു ജീവി നമ്മുടെയൊക്കെ പരിസരങ്ങളിൽ നടക്കുക എന്ന് പറയുന്നത് വലിയ പ്രശ്നമുള്ളൊരു കാര്യമാണ്. വലിയ സമ്മർദ്ദമുണ്ടായിരുന്നു വനംവകുപ്പിന് മുകളിൽ. വയക്കുവടി വെക്കുന്നു, വനം മാറ്റാനുള്ള തീരുമാനമെടുക്കുന്നു, ബന്ദിപ്പൂരിലേക്ക് കൊണ്ടുപോകുന്നു. പിന്നീട് അത് ചരിഞ്ഞു എന്ന വാർത്ത ആ ദൗത്യത്തിൽ പങ്കാളികളായവരെയും പൊതുജനങ്ങളെയും ഈ ആന ശല്യമുണ്ടാക്കിയവരെയും അടക്കം എല്ലാവരെയും വേദനിപ്പിക്കുന്ന ഒന്നായിരുന്നു. ഇനി മുന്നിലേക്കുള്ള ദൗത്യങ്ങളിൽ ഒരു തണ്ണീർക്കൊമ്പൻ ഉണ്ടാകരുത് എന്നുള്ളതാണ് നമ്മൾ ആ ദൗത്യത്തിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. എന്തുകൊണ്ടാണ് നമുക്ക് ഇത്തരം പ്രതിസന്ധികളെ ദിനേന അഭിമുഖീകരിക്കേണ്ടി വരുന്നത്? ഇപ്പോൾ നേരത്തെ മന്ത്രി പറഞ്ഞ ഒരു കാര്യം മാധു വളരെ കൃത്യം. അതായത് ജനങ്ങളുടെ ആശങ്കയുണ്ട്. ഇപ്പോൾ മാധു ചോദിച്ചു അതിനോടുള്ള റിയാക്ഷൻ, ഒരു നീജർക്ക് റിയാക്ഷൻ എന്ന് നമ്മൾ പറയും ഇംഗ്ലീഷിൽ, പെട്ടെന്ന് എടുത്തടിച്ച പോലെയുള്ള റിയാക്ഷൻ. അത് തീർച്ചയായിട്ടും സ്വാഭാവികമാണ്. കാരണം വയനാട്ടിൽ മാത്രമല്ല കേരളത്തിൻ്റെ പല ഭാഗത്തും ഇപ്പോൾ നമ്മൾ സഞ്ചരിച്ചതാണ്. വന്യജീവികളുടെ ആക്രമണം, വന്യജീവികൾ, കൃഷി എല്ലാം നഷ്ടപ്പെടുന്നതിൻ്റെ വലിയ കഥകൾ നമ്മുടെ മുമ്പിലുണ്ട്. അതിൽ നിന്ന് രക്ഷിക്കാൻ ശാസ്ത്രീയമായ ഒരു മാർഗവും ഇതുവരെ കണ്ടിട്ടില്ല. ആകെ നാട്ടിലേക്ക് വന്നാൽ മാനന്തവാടി പോലെ ഒരു പട്ടണ പ്രദേശത്തേക്ക് ഒരു കൊമ്പൻ, ഒരു കാട്ടാന ഇറങ്ങി വരുമ്പോൾ തീർച്ചയായും ജനങ്ങൾക്ക് ഭീതി ഉണ്ടാവും. എങ്ങനെയെങ്കിലും ഇതിനെ അവിടെ നിന്ന് മാറ്റണം എന്നുണ്ടാവും. ആരും അതിനെ കൊല്ലണം എന്ന് ഞാൻ വിചാരിക്കുന്നില്ല. വനം വകുപ്പ് കൊന്നു എന്ന വാദത്തിനോട് എനിക്ക് യോജിപ്പില്ല. പക്ഷേ പ്രശ്നം എന്താ, ഈ റിയാക്ഷൻ നീജർക്ക് റിയാക്ഷനാണ്. നമുക്ക് ആന പോലൊരു ജീവി അല്ലെങ്കിൽ ഒരു വന്യജീവി എങ്ങനെ അതിനെ നേരിടണം, എങ്ങനെ അതിനെ തടയണം, എങ്ങനെ അത് ചെയ്യണമെന്നുള്ളതിനെക്കുറിച്ച് ശാസ്ത്രീയമായ ഒരറിവും നമുക്കില്ല. സാങ്കേതികവിദ്യ, ഞാൻ ഒരു ഡോക്യുമെൻ്റ് മാത്രം പറയാം. മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റ് ആൻഡ് ഫോറസ്റ്റ് പ്രത്യേകമായി ഇറക്കിയിട്ടുള്ള ഒരു മാനുവൽ ഉണ്ട് ഇത് സംബന്ധിച്ച്. ആ മാനുവൽ പറയുന്നത് മനുഷ്യനും ആനകളും, അത് ആനകൾക്ക് മാത്രം വേണ്ടിയുള്ള മാനുവലാണ്. ആ മാനുവൽ 94 പേജുള്ള ആ മാനുവൽ കേന്ദ്ര വനം മന്ത്രാലയം ഇറക്കിയ ഒരു എക്സ്പെർട്ട് ടീമിനെ വെച്ച് ഇറക്കിയതാണ്. ആ മാനുവലിൽ പറയുന്ന കാര്യങ്ങൾ ഇവിടെ ഏതെങ്കിലും തരത്തിൽ പാലിച്ചുവോ എന്ന ഒരു ചോദ്യമുണ്ട്. അതാണ് ആദ്യത്തെ കാര്യം. ആ മാനുവൽ MOEFൻ്റെ മാനുവലാണ്. ആ മാനുവൽ അനുസരിച്ചാണ് ഇവിടെ പ്രവർത്തിച്ചത്. ഇപ്പോൾ നേരത്തെ മയക്കുവെടിയുടെ കാര്യം പറഞ്ഞു. ഈ കൊമ്പൻ ഇതിനു മുമ്പ് കോളർ ID ഉള്ള കൊമ്പനാണ്. നമുക്കറിയാം ഇതിന് കോളറുണ്ട്. ഇത് മുമ്പ് പിടിക്കപ്പെട്ടതാണ്, കോളറിന് വേണ്ടി വന്നതാണ്. ഈ കൊമ്പൻ്റെ ഒരുപാട് വിവരങ്ങൾ കർണാടകയുടെ അവരുടെ കയ്യിലുണ്ട്. നമ്മൾ അരിക്കൊമ്പൻ്റെയോ അല്ലെങ്കിൽ മറ്റു ആനകളുടെയോ പോലെയല്ല, അതിനേക്കാൾ വളരെ വീക്കാണ് ഈ ആന എന്നുള്ളത് നമുക്ക് നന്നായിട്ടറിയാം. അപ്പോൾ അതിനനുസരിച്ചാണോ ഡാർട്ടിങ് നടത്തിയത്, അതിന് മയക്കുവെടി വെച്ചത് എന്നുള്ളത് ഒരു ചോദ്യം. എൻ്റെ പ്രശ്നം ഇതൊന്നുമല്ല. യഥാർത്ഥത്തിൽ നമ്മൾ കോളറൊക്കെ വെച്ച ഒരു ആന, ഈ ആനകളുടെ മൂവ്മെൻ്റ് അറിയാൻ, അതിപ്പോൾ ഈ വനംവകുപ്പ് മന്ത്രിയുടെയോ വനംവകുപ്പിലെ കുറച്ച് ഉദ്യോഗസ്ഥരുടെയോ പ്രശ്നമല്ല. നമുക്ക് ഈ മൂവ്മെൻ്റ് അറിയാൻ ഒരു സംവിധാനമില്ല. നാട്ടിൽ ആന ഇറങ്ങിയാൽ, നാട്ടിൽ പുലി ഇറങ്ങിയാൽ, നാട്ടുകാർ പരാതിപ്പെട്ടാൽ മാത്രമാണ് ഇപ്പോൾ ഇതിനെതിരെ നടപടി വരുന്നത്. യഥാർത്ഥത്തിൽ ഇവരുടെയൊക്കെ മൂവ്മെൻറ്റ് പോലും നോട്ട് ചെയ്യാൻ കഴിയുന്ന സംവിധാനം ഇന്ന് ലോകത്തിൻ്റെ പല ഭാഗത്തുമുണ്ട്. ഇപ്പോൾ ബന്ദിപ്പൂരിൽ നിന്ന്, കർണാടകയുടെ അതിർത്തിയിൽ നിന്ന് ഈ ആന കുറേ മനുഷ്യവാസ പ്രദേശങ്ങളും വനവും കടന്ന് മാനന്തവാടിയിൽ എത്തുന്നവരെ നമ്മൾ അറിഞ്ഞതേയില്ല. മന്ത്രി അറിഞ്ഞു എന്ന് എപ്പോഴറിഞ്ഞേ? മാനന്തവാടിയിൽ നാട്ടുകാർ പറയുമ്പോൾ. യഥാർത്ഥത്തിൽ അതാണ് പുതിയ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ എന്ന് പറയുന്നത്. ഈ മൃഗങ്ങളെ മോണിറ്റർ ചെയ്യാൻ അതിനുള്ള സംവിധാനം നമ്മുടെ കയ്യിലില്ല. ഇപ്പോൾ പണ്ട് കടുവയെ ഓടിച്ചപ്പോൾ, വയനാട്ടിൽ കടുവയെ ഓടിച്ചപ്പോൾ എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അവരുടെ കയ്യിൽ ഒരു ലാത്തിയാണ് വനം വകുപ്പുകാരുടെ ഉള്ളത്. ലാത്തി വെച്ച് കടുവയെ നേരിടാൻ കഴിയുന്ന ഒരു വനം വകുപ്പ് വളരെ അത്ഭുതമാണ്. പിന്നെ ശരിയാണ്, ജനങ്ങളുടെ ഭാഗത്ത് സമ്മർദ്ദം ഉണ്ടാവും, ആശങ്കയുണ്ടാവും. അവർ വലിയ നാശം നേരിട്ടും ഒരു ജനതയാണ്. അവർ പറയുന്നത് കേട്ട് മാത്രം ചിലപ്പോൾ രോഗിയുടെ ബന്ധുക്കൾ പറയുന്നത് കേട്ട് ഡോക്ടർ ഒരു രോഗിയെ ചികിത്സിക്കില്ലല്ലോ. രോഗിയുടെ ബന്ധുക്കൾ ഇങ്ങനെ ആശങ്കയാണെന്ന് പറഞ്ഞുകൊണ്ട് ഡോക്ടർ ചികിത്സിക്കുന്നത് എങ്ങനെയാണ്? ശാസ്ത്രീയമായാണ്.
അപ്പോൾ ഇവിടെ ചോദ്യം, ശാസ്ത്രീയമായി ഇതിൻ്റെ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഈ ആനയുടെ കാര്യത്തിൽ ഇവിടെ പാലിച്ചിരുന്നുവോ? ഇതിന് മുമ്പുള്ള സംവിധാനങ്ങളുണ്ട്. ഇനിയിപ്പം നമുക്ക് ഇതുകൊണ്ട് അവസാനിക്കുകയല്ല. അതുകൊണ്ട് തന്നെയാണ് പറയുന്നത് ഏറ്റവും പുതിയ ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങൾ വേണം. മറ്റൊന്ന്, നമ്മൾ ഒരുപാട് കാലമായി വേലിയെക്കുറിച്ച് പറയുന്നു, കിടങ്ങിനെക്കുറിച്ച് പറയുന്നു, അതൊക്കെ ഇനി ഞാൻ ആവർത്തിക്കുന്നില്ല. മാത്രമല്ല, കർഷകനെ സംബന്ധിച്ചിടത്തോളം നഷ്ടപ്പെട്ടാൽ അവൻ്റെ ജീവിതം നഷ്ടപ്പെടും, ചിലപ്പോൾ ജീവൻ നഷ്ടപ്പെടും, കന്നുകാലികൾ നഷ്ടപ്പെടും, കൃഷി നഷ്ടപ്പെടും. എന്നിട്ട് കിട്ടുന്ന നഷ്ടപരിഹാരം എന്ന് പറഞ്ഞാൽ തുച്ഛമായൊരു തുക അവരെ സംബന്ധിച്ചിടത്തോളം എന്നൊരു വലിയ പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അത് മനുഷ്യരുടെ വലിയ പ്രശ്നമാണ് മലയോര മേഖലയിലുള്ളവരുടേത്. ശ്രീ സംഷാദ് മരക്കാർ, നമുക്ക് അതായത് ദൂരെ ഇരുന്ന് നമുക്ക് എല്ലാത്തിനെയും പറ്റി വളരെ ക്രിയാത്മകമായി വളരെ ശാസ്ത്രീയമായി ഒക്കെ വിലയിരുത്താം. പക്ഷെ എന്താണ് അവിടെ സംഭവിക്കുന്നത് എന്നുള്ളത് അത് നേരിടുന്ന മനുഷ്യർക്ക് മാത്രം മനസ്സിലാകുന്ന ഒന്നാണ്. ഒരാന ഇങ്ങനെ ജനവാസ മേഖലയിൽ ഇറങ്ങി നടക്കുന്നു, വലിയ ഭീതി ഉണ്ടാകുന്നു എന്നതിനപ്പുറത്ത് ഇന്നലെ എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇതല്ല സ്ഥിതി. അതാണ് ഒരുപക്ഷെ സർക്കാരിന് ഇത്രത്തോളം പെട്ടെന്ന് ഇതിലൊരു നടപടി ഉണ്ടാകണം എന്ന ഒരു നിർദ്ദേശത്തിലേക്കൊക്കെ ഒരുപക്ഷെ എത്തിച്ചിട്ടുമുണ്ടാവുക. എന്തായിരുന്നു യഥാർത്ഥത്തിൽ അവിടുത്തെ ഒരു അവസ്ഥ? മാത്രമല്ല, ഇന്നിപ്പോൾ ഒരു തണ്ണീർക്കൊമ്പൻ എന്നതിനപ്പുറത്ത് വയനാട് കുറച്ചധിക ദിവസങ്ങളായി അഭിമുഖീകരിക്കുന്ന പ്രശ്നമുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സുഹൃത്ത് പറഞ്ഞത് വാഹനം ഓടിച്ചു വരുന്നതിനിടയിൽ മുന്നിൽ കാണുന്ന ഒരു പുലിയെയാണ്. എന്തു ചെയ്യണം എന്നറിയാത്തൊരവസ്ഥ വരികയാണ്. ഇനി മുന്നോട്ടുണ്ടോ എന്ന് പോലും അറിയാൻ കഴിയാത്ത അവസ്ഥ. അതും ഇത്രയും കാലം അവരുടെ ഒന്നും ജീവിതകാലത്ത് ഇതുവരെ അങ്ങനെ ഒരു അനുഭവിച്ചിട്ടില്ലാത്ത തരത്തിൽ ടൗണിലേക്കടക്കം, വലിയ ജനവാസ മേഖലയിലേക്കടക്കം ആ പ്രശ്നം ഉണ്ടാവുകയാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്? ആദ്യം തന്നെ നമ്മൾ ഇന്നലെ തണ്ണീർക്കൊമ്പനെ നമ്മൾ റെസ്ക്യൂ ചെയ്തു. പക്ഷേ ഖേദകരമായ രീതിയിൽ ആന ചെരിയുന്നൊരു സാഹചര്യം ഉണ്ടായി. ആ ഒരു കാര്യത്തിൽ വയനാട്ടിലെ എല്ലാ ആളുകൾക്കും സന്തോഷിക്കുന്നവരൊന്നും അല്ല വയനാട്ടുകാർ. എല്ലാവർക്കും അതിൻ്റേതായ ദുഃഖം ഉണ്ടാവും. സ്വാഭാവികമായി നമ്മളാരും ആനയെ കൊല്ലണം എന്ന് വാദിച്ച വിഭാഗത്തിൽപ്പെട്ട ആളുകളല്ല. ആനയെ അവിടെ നിന്നൊന്ന് മാറ്റണം എന്നാണ് നമ്മൾ ആവശ്യപ്പെട്ടത്. അതാണ് ഇന്നലെ ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ട് ആന ബന്ദിപ്പൂരെത്തുകയും, പക്ഷെ നമ്മൾ പിന്നീട് അറിയുന്നത് ആന ചെരിഞ്ഞു എന്നുള്ള വാർത്തയാണ്. വയനാട്ടിലെ ഒട്ടുമിക്ക ആളുകളുടെയും പ്രൊഫൈലുകളും വാട്സപ്പിൽ സ്റ്റാറ്റസിലൊക്കെ ആനയ്ക്ക് ഒരു സങ്കടകരമായ യാത്രയാണ്. പക്ഷേ ഈ ആന ഇവിടെ എത്തി ഈ റെസ്ക്യൂ ചെയ്യുക എന്നല്ലാതെ ഇന്നലെ വേറൊരു ഓപ്ഷൻ ഉണ്ടായില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നമ്മൾ ഈ റെസ്ക്യൂ ചെയ്യുന്ന നാഗർകോളയിൽ നിന്ന് വരുന്നു, തലപ്പുഴ, മക്കിമല, കണിയാരം, ചെറക്കര വഴി വന്ന് ഒരു ഫോറസ്റ്റ് പോലും ഇല്ലാത്ത എടവക പഞ്ചായത്തിലെ പായോട് വെച്ച് രാവിലെ ഒരു ക്ഷീര കർഷകനാണ് ആനയെ കാണുന്നതും അവിടെ നിന്നാണ് ഇതിൻ്റെ പുറകിൽ ഫോറസ്റ്റും പോലീസും ജനങ്ങളും ഒക്കെ വരുന്നതും. പിന്നീട് ആന ട്രഷറിയുടെ അടുത്തേക്ക് വരുന്നു, ട്രഷറിയിൽ പോകുന്നു, പോലീസ് സ്റ്റേഷൻ്റെ അതിലേ ഇറങ്ങുന്നു, ന്യൂമാൻസ് കോളേജിൻ്റെ പുറകിലെത്തുന്നു, അവിടെ നിന്ന് വയലിൽ എത്തുന്നു. ഇതാണ് ഇന്നലെ സംഭവിക്കുന്നത്. ഈ വയലിൽ എത്തിയ ആനയെ പിന്നെ നമുക്ക് മയക്കുവെടി വെച്ച് തിരിച്ച് കർണാടകയെ ഏൽപ്പിക്കുക എന്നല്ലാതെ ഇന്നലെ ഒരു ഓപ്ഷൻ എടുക്കാനില്ല. കാരണം ആന അത്രമേൽ ദൂരം ഇന്നലെ സഞ്ചരിച്ചിട്ടുണ്ട്. നാഗർകോളയിൽ നിന്ന് മാനന്തവാടിയിലേക്ക് വന്ന ദൂരം എന്ന് പറയുന്നത് ചെറുതല്ല. ഇത്രയും ദൂരത്തേക്ക് ആനയെ തിരിച്ച് കാട് കയറ്റി കൊണ്ടുപോകുന്നൊരു സാഹചര്യം ഉണ്ടാക്കണമെങ്കിൽ ഒരിക്കലും സാധിക്കില്ല. കാരണം ആന വന്നത് മുഴുവൻ ജനങ്ങൾ അധിവസിക്കുന്ന നാട്ടുവഴികളിലൂടെയാണ്. മുഴുവൻ ജനങ്ങളെ അവിടെ നിന്ന് മാറ്റണം. അത്രമേൽ കഷ്ടപ്പെട്ട് വേണം ആനയെ അവിടെ എത്തിക്കാൻ. അതൊരിക്കലും സാധിക്കില്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തിലാണ് നമ്മളെല്ലാവരും മയക്കുവെടി വെച്ച് ആനയെ മാറ്റണമെന്ന്. കൊല്ലണമെന്നല്ല പറഞ്ഞത്, മയക്കുവെടി വെക്കണമെന്നാണ്. മയക്കുവെടി വെച്ച് ആനയെ ബന്ദിപ്പൂർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ആന വന്നത് അറിഞ്ഞു എന്നാണ് വനംവകുപ്പ് മന്ത്രി പറഞ്ഞത്. ആന വന്നത് ആദ്യം അറിഞ്ഞത് പായോട്ട ക്ഷീരകർഷകനാണ്, ഫോറസ്റ്റുകാരല്ല. ഒന്ന്. രണ്ട്, ആന വന്ന വഴിയിൽ റേഡിയോ കോളറുണ്ട്. ആ റേഡിയോ കോളർ കർണാടകയുടേതാണ്. ചിലപ്പോൾ അവർക്ക് അതിൻ്റെ സിസ്റ്റം ഉണ്ടാവാം, അറിയാതിരിക്കാം. പക്ഷേ കർണാടക വനംവകുപ്പും കേരള വനംവകുപ്പും തമ്മിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നെങ്കിൽ ഈ ആനയുടെ യാത്രയെക്കുറിച്ച്, ആന വരുന്ന വഴിയെക്കുറിച്ചുള്ളൊരു ഇൻഫർമേഷൻ നമ്മളെ വനംവകുപ്പിന് ലഭിക്കേണ്ടതാണ്. അങ്ങനെ ലഭിച്ചിട്ടില്ല. 3 സംസ്ഥാനങ്ങൾ ഒരുമിച്ച് വനം നോക്കുന്നൊരു മേഖലയാണ് വയനാട്. തമിഴ്നാടും കർണാടകയും കേരളവും. ഈ 3 പേരും തമ്മിൽ യാതൊരുവിധ ബന്ധവുമില്ല എന്ന് ഇന്നലെ ആന എത്തിയപ്പോൾ നമുക്ക് മനസ്സിലായി. കാരണം കർണാടകയുടെ ആനയാണ്, അവരുടെ റേഡിയോ കോളറിലുള്ളതാണ്, അവർ പുറത്തു വിട്ടതാണ്, അവരുടെ ആനയുടെ യാത്ര അവർക്കറിയാം. പക്ഷേ നമ്മളോട് അവർ കമ്മ്യൂണിക്കേറ്റ് ചെയ്തോ ചെയ്തില്ലേ എന്ന് പറയേണ്ടത് വനംവകുപ്പാണ്. ചെയ്തില്ലെങ്കിൽ യാതൊരുവിധ കമ്മ്യൂണിക്കേഷനും ഇല്ല എന്ന് പറയുന്നു. അപ്പോൾ അതാണ് ഇവിടുത്തെ ഒരു സാഹചര്യം. പിന്നെ നീലകണ്ഠൻ സാറാണ് പറഞ്ഞത് ഈ ലാത്തിയുടെ കഥ. ഇത് ഞാനും അദ്ദേഹവും നമ്മൾ പങ്കെടുത്തൊരു ചർച്ചയിൽ ഞാൻ പറഞ്ഞത് തന്നെയാണ്. ഈ ലാത്തി ഉപയോഗിച്ച് കടുവയെ പിടിക്കുന്ന ഒരു പുതിയ വനംവകുപ്പ് രീതിയെക്കുറിച്ച്. ഒരു സയൻറ്റിഫിക്കലി നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയ മെത്തേഡ് നമ്മുടെ കയ്യിലില്ല, നല്ല എക്യുപ്പഡല്ല. നമ്മൾ വളരെ സാധാരണ
ആളുകൾ മാത്രമുള്ള ഒരു ചെറിയ വനം വകുപ്പിൻ്റെ RRT ആണ് വയനാട്ടിലുള്ളത്. ഇത് പക്ഷേ പറയുമ്പോൾ വയനാട്ടിൽ RRT ആണ് പാലക്കാട്ട് വരെ പോയി ആനയെ പിടിക്കുന്നത്. പക്ഷെ ഇവർക്ക് എന്തൊക്കെ സംവിധാനമാണ് ഒരുക്കിയിട്ടുള്ളത്? ഒരു സംവിധാനം ഇവരെ കയ്യിലില്ല. ഈ ആന ഇത്രയും കിലോമീറ്റർ സഞ്ചരിച്ചിട്ട് ഒരാൾ പോലും അറിഞ്ഞില്ല എന്നാണ് പറയുന്നത്. അത് ഈ കാലഘട്ടത്തിൽ എത്രയോ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നമുക്കറിയാം, ഇവരത് ചെയ്യുന്നില്ല. പക്ഷേ ആന ഇന്നലെ ഡാർട്ട് ചെയ്ത രീതിയെ തെറ്റുണ്ട് എന്ന് ഞാൻ പറയുന്നില്ല, കാരണം ഞാൻ അവിടെ ഉണ്ടായിരുന്ന ആളാണ്. പക്ഷെ ഇതിലൊരു കാര്യം അത് നിങ്ങൾ ചർച്ചയിൽ വെച്ചോന്ന് എനിക്കറിയില്ല, ഞാനിപ്പോൾ വന്നതുകൊണ്ട് പറയും. ഈ ആന മാനന്തവാടി ടൗണിൽ എത്തിയിട്ട് എത്ര സമയമാണ് ഈ ഡാർട്ടിങ് ഉത്തരവിന് വേണ്ടി കാത്തിരുന്നതെന്നറിയും. ഈ ഉത്തരവിന് വേണ്ടി കാത്തിരുന്നത് കൊണ്ടാണ് ജനങ്ങൾക്ക് അവിടെ ചെറിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടായി. ജനങ്ങൾ എന്നിട്ട് പോലും ഒരു ചെറിയ കല്ല് പോലും എടുത്ത് വയനാട്ടുകാർ ഒരു ആനയെ എറിഞ്ഞിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. കണ്ടു നിന്നു എന്ന് അപ്പുറം ചെറിയ ചെറിയ പ്രതിസന്ധികളും പ്രയാസങ്ങളും ഉണ്ടായെങ്കിലും ആനയ്ക്ക് നേരെ ഞങ്ങളൊന്നും ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. പക്ഷേ 9 മണിയോടുകൂടി മാനന്തവാടിയിൽ ഒരു ചതുപ്പിലെത്തിയ ആനയെ ഒരു ഉത്തരവ്, മയക്കുവെടി വെക്കാനുള്ള ഉത്തരവ് കിട്ടുന്നത് എത്രയോ വൈകിയാണ്. അതിനുശേഷം ഈ ദൗത്യം ആരംഭിക്കുന്നത് ഏകദേശം വൈകിയാണ്. രാത്രി 11 മണിക്കാണ് ആനയെ അവിടുന്ന് ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. ഇത് നേരെ ബന്ദിപ്പൂർക്ക് കൊണ്ടുപോയി. പക്ഷെ ഇത് കുറച്ച് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ മുത്തങ്ങ ആനക്യാമ്പിൽ കൊണ്ടുപോയി ഈ ആനയെ എസ് ഗുരുവായൂരപ്പൻ സംഷാദ് പറയുന്നത് രാവിലെ ഈ ആന എത്തി, അതിനുശേഷം എത്രയോ സമയം കഴിഞ്ഞാണ് ഡാർട്ടിങ്ങിനുള്ള ഉത്തരവ് വരുന്നത് എന്നുള്ളത്. ഈ പറയുന്ന പ്രോട്ടോകോൾ ലംഘനം, കേന്ദ്ര നിർദ്ദേശമൊക്കെ അട്ടിമറിക്കപ്പെട്ടു, ലംഘിക്കപ്പെടുന്നു എന്ന വിമർശനമൊക്കെ ഉണ്ടാകുന്നത് ഈ കാലതാമസത്തിന്റെ പേരിലാണ്. ഉച്ചയ്ക്ക് മുൻപ് വേണം ആനയെ ഡാർട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു തീരുമാനം എടുക്കാൻ, നടപ്പിലാക്കാൻ എന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ അട്ടിമറിക്കപ്പെട്ടു എന്ന വിമർശനമുണ്ട്. സുതാര്യമായിരുന്നു ദൗത്യം എന്ന വനം വകുപ്പ് മന്ത്രി നമ്മുടെ മുന്നിൽ തന്നെ പറയുന്നത് അങ്ങ് കുറച്ചു മുമ്പ് കേട്ടു. യഥാർത്ഥത്തിൽ നമുക്ക് ശാസ്ത്രീയമായ നിർദ്ദേശങ്ങളുണ്ട്, പക്ഷേ നമ്മളൊരു വലിയ ആശങ്കയിലാണോ? ഇങ്ങനൊരു പ്രശ്നം വരുമ്പോൾ അതിനെ എങ്ങനെ നേരിടണം എന്നത് സംബന്ധിച്ച് കൃത്യമായ ഒരു നിലപാടെടുക്കാൻ നമുക്ക് കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? വനമന്ത്രി പറഞ്ഞത് നമ്മൾ കേട്ടു. ആരും മനഃപൂർവ്വം ആനയെ കൊല്ലണം എന്ന് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ആകാവുന്ന കാര്യങ്ങളെല്ലാം ഏറ്റവും നല്ല രീതിക്ക് ചെയ്തു എന്ന് തന്നെയാണ് മിനിസ്റ്റർ പറഞ്ഞത്. ഒരു ഭാഗത്തേക്ക് നമ്മളത് അംഗീകരിക്കാം. രണ്ടാമത് ശ്രീ ഷംസാദ് മരക്കാർ പറഞ്ഞ ഫിസിക്കലി ആ ഫീൽഡിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ്. അദ്ദേഹം പറഞ്ഞത് വെച്ച് നോക്കുമ്പോഴും ആളുകളാരും അതിനെ കാര്യമായിട്ട് ഉപദ്രവിച്ചിട്ടില്ല എന്നുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു ഭാഗം കൂടെ നമ്മൾ അംഗീകരിക്കാം. പക്ഷേ വയനാടിൻ്റെ ഒരു സ്വഭാവം വെച്ചുകൊണ്ട് നമ്മൾ നോക്കുമ്പോൾ ഇതുവരെയുള്ള അനുഭവം, ഏതെങ്കിലും ഒരു മൃഗത്തെ കാണുമ്പോൾ ഉടനെ പ്രകോപിതരാകുന്ന ആളുകൾ അല്ലെങ്കിൽ അതിനെ ഒരു വലിയൊരു വിഷയമാക്കി മാറ്റാനായിട്ട് ഒരു കൂട്ടം ശ്രമിക്കുന്നുണ്ട്. അതില്ല എന്ന് നമുക്ക് കണ്ണടച്ചിരുട്ടാക്കാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ ഒരു ക്രൈസിസിൽ എന്ത് ചെയ്യണം എന്നുള്ള ഒരു വലിയൊരു വിഷയം മുന്നിൽ നിൽക്കുന്നുണ്ട്. അതൊരു വശം. രണ്ടാമത്തത്, ഇത്തരത്തിലുള്ള ക്രൈസിസിനെ എങ്ങനെ നമ്മൾ മാനേജ് ചെയ്യണം എന്നുള്ളത് അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം. അപ്പോൾ അത്തരത്തിൽ ആ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടാണ് നമ്മളവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നത്. ആ നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്ന സമയത്ത് അത് കൃത്യമായിട്ട് നടപ്പിലാക്കിയിട്ടുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനാണ്. കാരണം ആവശ്യത്തിനുള്ള പോലീസിൻ്റെ സന്നാഹം കൂടെ എടുത്തുകൊണ്ട് കൃത്യമായിട്ട് അത് ചെയ്യണമായിരുന്നു. അതിൽ സർക്കാർ വലിയ ഒരു പരാജയം നല്ല സംഭവിച്ചിട്ടുണ്ടെന്നുള്ളൊരു വളരെ വലിയൊരു യാഥാർത്ഥ്യമാണ്. എങ്കിലും നമ്മൾ ഈ പറഞ്ഞ വിഷയത്തിലേക്ക് നമ്മൾ വരുമ്പോൾ സമയത്ത് ആനയെ കൈകാര്യം ചെയ്ത രീതി, അതിനെടുത്ത സമയം, ഇതെല്ലാം ഒരു പ്രധാനപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. അതിൽ ശാസ്ത്രീയമായിട്ടുള്ള പാലിക്കേണ്ട പല കാര്യങ്ങൾ പാലിക്കാൻ പറ്റിയില്ല എന്നുള്ളത് വലിയൊരു വസ്തുത തന്നെയാണ്. പ്രത്യേകിച്ച് നമുക്കവിടെ ഇന്നലെ ഒരു സീനിയർ വെറ്റിനറി ഡോക്ടർ ഉണ്ടായിരുന്നില്ല എന്നുള്ളൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫാക്ടർ അവിടെയുണ്ട്. എങ്കിലും അദ്ദേഹമായിട്ടൊക്കെ ഉള്ളൊരു ഡിസ്കഷനെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കും ഫീൽഡിൽ ആക്ഷൻ ചെയ്തത്. ഫീൽഡിൽ ഇത് നടപടി അല്ലെങ്കിൽ വെടിവെച്ച വ്യക്തി എന്ന് പറയുന്നത് ഒരു വൈൽഡ് ലൈഫ് ബയോളജിസ്റ്റ് ആണെന്നാണ് അറിയുന്നത്. എങ്കിലും ഡാർട്ടിങ് കറക്റ്റായിരുന്നു, ആനയ്ക്ക് കൊണ്ടിരുന്നു, ഇതെല്ലാം ശരിയാണ്. പക്ഷേ ഇതിൻ്റെ ഡോസ് ഫിക്സ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും ഒരു സീനിയർ വെറ്റിനറി ഡോക്ടറുടെ നേതൃത്വത്തിൽ ചെയ്തിരുന്നെങ്കിൽ ഒരു പക്ഷേ ചിലപ്പോൾ ഈ ഡോസ് ആനയ്ക്ക് ഉതകുന്ന രീതിക്ക് എടുക്കാമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അതിലെവിടെയെങ്കിലും ഒരു പാളിച്ച വന്നിട്ടുണ്ടാവും. രണ്ടാമത്തത്, നമുക്ക് ഒരു എക്യുപ്ഡ് ആയിട്ടുള്ള ഒരു ടീം ഇപ്പോഴും സജ്ജമല്ല. നമുക്ക് കേരളത്തിൽ എവിടെ നടക്കുകയാണെങ്കിലും ഈ പ്രത്യേകിച്ച് മയക്കുവെടിയുമായി വയ്ക്കുന്ന കാര്യങ്ങളിൽ ഈ ജീവികൾ രക്ഷപ്പെട്ടാൽ രക്ഷപ്പെട്ടു എന്ന് മാത്രമേ പറയാൻ പറ്റുള്ളൂ. മയക്കുവെടി വയ്ക്കുന്ന സമയത്ത് തൽക്കാലം അത് രക്ഷപ്പെട്ടു പോകുന്നുണ്ട്. പക്ഷേ പിന്നീട് ഇവർക്കുണ്ടാകുന്ന ശാരീരികമായിട്ടുള്ള അതുപോലെ ഒരുപക്ഷെ മാനസികമായിട്ടുള്ള പാരിസ്ഥിതികമായിട്ടുള്ള പ്രശ്നങ്ങൾ വളരെ വലുതാണ്. അത് നമ്മൾ പലപ്പോഴും ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ള ഒരു വശം. രണ്ടാമത്തത്, ഇതിനെക്കുറിച്ചുള്ള ഒരു അനാലിസിസ് ഇതുവരെ കാര്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. ഞാൻ ഇന്നും ഇതിനെക്കുറിച്ച് വിശദമായിട്ട് മറ്റ് വിദഗ്ധരോട് സംസാരിച്ചിരുന്നു.
നമ്മൾ കാലങ്ങളായിട്ട് മയക്കുവെടി വെച്ച മൃഗങ്ങൾക്കെല്ലാം എന്ത് സംഭവിച്ചു, മയക്കുവെടിയുടെ ഡോസ് എത്രയായിരുന്നു, അതിൻ്റെ ആഘാതം എത്രത്തോളം ഉണ്ടായിരുന്നുള്ള കാര്യം ഭാവിയിൽ എത്രത്തോളം അനലൈസ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ വിവിധ മൃഗങ്ങൾക്ക് കൊടുക്കുന്ന ഡോസും അതിനുശേഷം അവരുടെ ശരീരത്തിലുണ്ടാകുന്ന മാറ്റങ്ങളും അതുപോലെ മറ്റ് സ്ഥലങ്ങളിൽ പ്രയോഗിച്ച ഡോസും അതിൽ തമ്മിലുള്ള മാറ്റങ്ങളും ഇതൊക്കെ ഒരു വിശദമായിട്ടുള്ള ഒരു അന്വേഷണം ഒരു വിശകലനം, ഒരു റിസർച്ച് ആൻഡ് അനാലിസിസ് കൃത്യമായിട്ട് നടന്നിട്ടില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അറിവ്. കൃത്യമായിട്ട് അങ്ങനെ ഒരു വിശദമായിട്ടുള്ള എന്ന് വെച്ചാൽ അതിസൂക്ഷ്മമായ തലത്തിൽ ശാസ്ത്രീയമായിട്ട് ഒരു വിശകലനം ചെയ്യുകയാണെങ്കിൽ ഭാവിയിൽ ഒരുപക്ഷെ ഇത്തരത്തിൽ ജീവികൾ മരണപ്പെടാതെ രക്ഷപ്പെടുത്താനുള്ള ഒരു സാഹചര്യം ഉണ്ടാവും. പക്ഷേ ഇപ്പോഴും അതിന് ഉള്ള സാഹചര്യം ഉണ്ടോ എന്നുള്ള കാര്യം എനിക്ക് അറിഞ്ഞുകൂടാ. അതുപോലെ ഇപ്പോൾ കർണാടകത്തിൽ നിന്നും ഇങ്ങോട്ട് വരുന്ന സമയത്ത് അവയെ റേഡിയോ കോളർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ കൃത്യമായിട്ടുള്ള ഒരു മെസ്സേജ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൽ വലിയൊരു പോരായ്മ വന്നിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. കർണാടകത്തിൽ നിന്നും തമിഴ്നാട്ടിലേക്കോ അല്ലെങ്കിൽ കേരളത്തിലേക്കോ കടന്നു വരുന്ന സമയത്ത് എനിക്ക് തോന്നുന്നു ഇത് കുട്ട വഴിയാണ് ഇങ്ങോട്ട് കടന്നെന്നാണ് അറിഞ്ഞത്. അപ്പോൾ ഈ കടന്ന് കേരളത്തിലേക്ക് കടക്കുമ്പോൾ അല്ലെങ്കിൽ കർണാടകത്തിൽ തന്നെ ഇതിൻ്റെ മൂവ്മെൻറ്റ് കൃത്യമായിട്ട് പരിശോധിച്ചിരുന്നെങ്കിൽ രാത്രിയാണെങ്കിലും നിരീക്ഷിക്കണം. ഒരുപക്ഷെ ഉദ്യോഗസ്ഥർ കൃത്യമായിട്ട് അത് ശ്രദ്ധിക്കാതെ ഉറങ്ങിപ്പോയതായിരിക്കാം. പക്ഷേ അതിന് നമുക്ക് കൊടുക്കേണ്ട വില എന്ന് പറയുന്നത് ഇത്രയും ആളുകളുടെയും മാനസികാവസ്ഥയും അതുപോലെ വലിയൊരു ആനയെ നഷ്ടപ്പെടുക എന്നുള്ളതാണ്. അത് ശരിക്കും വലിയൊരു പാളിച്ച തന്നെയാണ്. ആ മേഖലയിൽ റേഡിയോ കോളർ ഘടിപ്പിച്ചാൽ പോലും എന്തിന് റേഡിയോ കോളർ ഘടിപ്പിച്ചു എന്നുള്ളത് ഒരു വലിയൊരു ചോദ്യചിഹ്നമായിട്ട് മാറിയിട്ടുണ്ട്. റേഡിയോ കോളർ ഇതിനെ നിരീക്ഷിക്കാനുള്ള ഒരു സംവിധാനമാണെന്ന് നമ്മൾ പൊതുവെ പറയുമെങ്കിലും അതൊരു വലിയൊരു ചോദ്യചിഹ്നമായി മാറിയിട്ടുണ്ട്. അപ്പോൾ ഭാവിയിലാണെങ്കിൽ പോലും ഇതിനെ കൃത്യമായിട്ട് വിശകലനം ചെയ്തെങ്കിൽ മാത്രമേ ഇനി ഒരു ജീവി രക്ഷപ്പെടുകയുള്ളൂ. അല്ലെങ്കിൽ നിലവിലുള്ള ഒരു സംവിധാനം വെച്ചുകൊണ്ട് നിലവിലുള്ള ഒരു RRT എന്ന് പറയുന്നത് നമുക്കറിയാമല്ലോ, അവർക്ക് പൊതുവെ ഈ പല ജീവികളെ പിടിക്കാനുള്ളതും തൽക്കാലം അവർക്ക് കൊടുക്കുന്ന കെയർ കൊടുക്കാനുള്ള സംവിധാനങ്ങൾ മാത്രമുള്ള അവർക്ക് പരിശീലനങ്ങൾ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ് ഞാൻ അറിയുന്നത്. പിന്നീട് അവയെ സ്വതന്ത്രമായിട്ട് കാട്ടിൽ വിടുക എന്നുള്ള ഒരു തലത്തിലേക്ക് മാത്രം എത്തി നിൽക്കുന്നു. പക്ഷേ പിന്നീട് അതിനുശേഷം ആ മൃഗങ്ങൾക്ക് എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ചുള്ള പഠിക്കാനുള്ള സംവിധാനങ്ങളും നിലവിലില്ല. പിന്നീടത് നാച്ചുറലായിട്ട് മറ്റ് ജീവികളായിട്ട് പൊരുത്തപ്പെട്ട് പോയെങ്കിലായി. ഇതിപ്പോൾ നാട്ടുകാരുടെ മുന്നിൽ വന്നതിന് ശേഷം മയക്കുവെടിയേറ്റ് അവിടെ മരണപ്പെട്ടു എന്ന് പറയാം. പക്ഷേ ഈ ആന കടന്നു വന്ന വഴിയിൽ മറ്റു മൃഗങ്ങളുമായിട്ട് എത്രത്തോളം ഇത് അറ്റാക്ക് നേരിട്ടിട്ടുണ്ട്, എങ്ങനെയൊക്കെയാണ് സർവൈവ് ചെയ്ത് ഇങ്ങോട്ട് എത്തിയത് എന്നുള്ള കാര്യങ്ങളൊന്നും നമ്മുടെ മുന്നിലുള്ള ഡാറ്റ ഇല്ല. ശരിയാണ്. ഇപ്പോൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ മുറിവുകളുടെ പഴക്കം ഒക്കെ ഈ ദൗത്യവുമായി ബന്ധപ്പെട്ടൊന്നും ഉണ്ടായതല്ല. അത് വലിയ പഴുപ്പിനൊക്കെ വഴിവെച്ചിട്ടുണ്ടെന്നടക്കമുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. എന്തായാലും നമുക്കത് സംബന്ധിച്ച വിവരങ്ങളൊക്കെ ഇനി ലഭ്യമാകേണ്ടതുണ്ട്. ഈ റേഡിയോ കോളർ വെച്ച ഘടിപ്പിച്ച ഒരു ആനയെ ഫോളോ ചെയ്യുന്നതിൽ അത് ജനവാസ മേഖലയിലേക്ക് എത്തുന്നത് സംബന്ധിച്ച വിവരം കൈമാറുന്നത്, അതിനെ നിയന്ത്രിക്കാനുള്ള ആദ്യ ശ്രമങ്ങൾ ഒക്കെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് വിദഗ്ധർ ഈ മേഖലയിൽ നിന്ന്. ശരിയാണ് ശ്രീ ഒ ജയരാജൻ. പക്ഷേ ഈ ദൗത്യത്തിന്റെ സമ്മർദ്ദം ആനയ്ക്ക് താങ്ങാൻ കഴിയുന്നതിനപ്പുറത്തായിരുന്നു എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ തന്നെ പറയുന്നുണ്ട്. സമ്മർദ്ദമുണ്ടായിരുന്നു എന്നുള്ളത്. ഒരു പക്ഷേ ഈ ആളുകളുടെ ബഹളം, ഈ വാഹനങ്ങൾ, ഉദ്യോഗസ്ഥർ ഫോളോ ചെയ്യുന്നത്, അങ്ങനെയുള്ള പല കാര്യങ്ങൾ, അതിനൊട്ടും പരിചിതമായ പരിതസ്ഥിതി അല്ലല്ലോ. ഒരു മാസത്തിനുള്ളിൽ തന്നെ രണ്ടാമത്തെ തവണയാണ് ഈ സമ്മർദ്ദങ്ങളെ മുഴുവനും അതിന് അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. ഒപ്പം ഈ മയക്കുമരുന്നിൻ്റെ പ്രശ്നങ്ങളും. ഇത് നമ്മളിപ്പോൾ കുറച്ചു മുമ്പ് മന്ത്രിയോട് ചോദിച്ചപ്പോൾ മന്ത്രി പറയുന്നത് നമുക്കിതിനെ പിടികൂടിയിട്ടല്ലേ പരിശോധിക്കാൻ കഴിയൂ, അല്ലാതെ ഫോണിൽ വിളിച്ച് രോഗിയോട് അന്വേഷിക്കുന്ന പോലെ അന്വേഷിക്കാൻ കഴിയില്ലല്ലോ എന്നാണ്. ശരിയാണ്. പക്ഷേ റേഡിയോ കോളർ ഘടിപ്പിച്ച ഒരു ആന ജനവാസ മേഖലയിൽ വരുന്നു. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നേരത്തെ CR പറയുന്നു. അരിക്കൊമ്പനെ പോലെയോ മറ്റ് ഒരു വന്യമൃഗങ്ങളെയും പോലെയല്ല. അതിനെ സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങളുണ്ട്. ഏറ്റവും കുറഞ്ഞത് ഈ ഒരു മാസ കാലയളവിനുള്ളിൽ ഒരു തവണ ഡാറ്റ് ചെയ്തൊരു ആനയാണ് എന്ന വിവരമെങ്കിലും നമ്മുടെ മുന്നിലുണ്ട്, അല്ലെങ്കിൽ ഉണ്ടാകണം. ഈ സമ്മർദ്ദങ്ങളെ, ഈ ഡോസേജിനെ ഒക്കെ താങ്ങാൻ കഴിയാത്ത ഒരു ആനയാണ് എന്ന ഒരു കരുതൽ ഉണ്ടാകാതെ പോയോ എവിടെയെങ്കിലും? അതിനു മുൻപ് ഒരു 2 മിനിറ്റ് എനിക്ക് വേണം നമ്മുടെ വയനാടിലെ നിസ്സഹായരായ ജനങ്ങളെപ്പറ്റി സംസാരിക്കാൻ വേണ്ടി. അത് വളരെ കഷ്ടമുള്ളൊരു കാര്യമാണ്. 1985 അവിടെ വൈൽഡ് ലൈഫ് ഡിവിഷൻ വന്നത്. അതിനു മുമ്പ് 1973 മുതൽ വൈൽഡ് ലൈഫ് സാങ്ച്വറി ആണെങ്കിലും വൈൽഡ് ലൈഫ് ഡിവിഷൻ വന്നത് 1985 അന്ന് ഞാൻ അവിടെ ഉദ്യോഗസ്ഥനാണ്. അന്നത്തെ ജനങ്ങളും ഇന്നത്തെ ജനങ്ങളായിട്ട് വളരെ വ്യത്യാസമുണ്ട്. കാരണം അവർ 2 കൈയും കൂട്ടി സ്വീകരിച്ചതായിരുന്നു ഈ വൈൽഡ് ലൈഫ് ഡിവിഷനും ഈ വൈൽഡ് ലൈഫിൻ്റെ പരിപാടികളും ടൂറിസം വരാനുള്ള സാധ്യതകളും അതുമൊക്കെ ആയിട്ട്. എനിക്ക് ഓർമ്മയുണ്ട്,
ആദ്യത്തെ വർഷം തന്നെ വൈൽഡ് ലൈഫ് വീക്ക് സെലിബ്രേഷന് വേണ്ടിയിട്ട് ഞങ്ങൾ അവിടുത്തെ ജനങ്ങളും ഞങ്ങളുമായിട്ടൊരു വാഹനജാഥ പോലെയായിരുന്നു ബന്ദിപ്പൂർ വരെ പോയിരുന്നത്. അവിടെ നിന്ന് ഇതിനെ പറ്റിയിട്ടുള്ള ക്ലാസ്സുകളെല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്ന് അത്രയും സന്തോഷത്തോടു കൂടി തിരിച്ചു വന്നാണ്. അതേ ജനങ്ങൾ 1990 ഒരു സംഭവത്തിന് സാക്ഷികളായി. ആ സംഭവം എന്താണെന്ന് വെച്ചാൽ മേരി എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയെ അവളെ വീട്ടിൻ്റെ അടുത്ത് കാട്ടിൽ നിന്ന് 2 കിലോമീറ്റർ ഇപ്പുറം മേരി പുല്ലരിഞ്ഞുകൊണ്ടിരിക്കുക. കാലത്ത് 6 മണിക്ക് ആ കുട്ടിയെ ഒരു മോഴയാന വന്നിട്ട് ചവിട്ടി മെതിച്ചു കളഞ്ഞു. അപ്പം അന്ന് ഈ പറഞ്ഞ മാതിരി വിവരം ഫോറസ്റ്റിൽ അറിയിച്ചിട്ട്, ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ അറിയിച്ചിട്ട് എന്തോ അവർ പെട്ടെന്ന് വേണ്ട രീതിയിൽ പ്രതികരിച്ചില്ല എന്നൊരു തോന്നൽ ജനങ്ങൾക്ക് തോന്നിയപ്പോൾ ജനങ്ങളാകെ ഇളകി. കംപ്ലീറ്റ് ബത്തേരി ടൗൺ മുഴുവൻ ബ്ലോക്കാക്കി. കലക്ടറും SP അവിടെ വന്നു. അവരെയും ബന്ദികളാക്കി വെച്ചു. അവസാനം നിയമസഭ കൂടിക്കൊണ്ടിരിക്കുന്ന സമയമായിരുന്നു. അന്ന് അവരുടെ പ്രഷറിൽ ചീഫ് വൈൽഡ് ലൈഫ് വാർഡനെ കൊണ്ട് ഈ ആനയെ പ്രോസ്ക്രൈബ് ചെയ്യാൻ, ഈ ആനയെ വെടിവെച്ച് കൊല്ലാനുള്ള ഉത്തരവ് വാങ്ങിച്ചു. അങ്ങനെ 2-ാം തീയതി മറ്റോ സംഭവം. 5-ാം തീയതി ജൂൺ 5 ലോക പരിസ്ഥിതി ദിനത്തിന് ഈ ആനയെ കാട്ടിനകത്ത് പോയി വെടിവെക്കേണ്ടി വന്നു. അന്ന് ഞാനും അതിന് സാക്ഷിയാണ്. ഞാൻ അവരുടെ ഒപ്പം ഉണ്ടായിരുന്നു. വേറെ പുറത്തുനിന്ന് ആരുള്ള വനം വകുപ്പിലെ ഉദ്യോഗസ്ഥർ മാത്രം പോയിട്ട് 16 ആനകളുടെ നടുക്കുന്ന് ഈ മുഴയാനയെ ഒറ്റപ്പെടുത്തി അതിനെ വെടിവെച്ച് കൊല്ലേണ്ടി വന്നു. അങ്ങനെ ഒരു സാഹചര്യം പോലും വയനാട്ടിലുണ്ടായിട്ടുണ്ട്. വയനാട്ടിൽ അതിനുശേഷം ഒരുപാട് പ്രശ്നങ്ങൾ ജനങ്ങൾക്കുണ്ടാവുന്നുണ്ട്. പക്ഷേ അവർക്ക് വേണ്ട പരിഹാരം കിട്ടുന്നില്ല. ഈ 2021 തോന്നുന്നുണ്ട് ഒരു റേഞ്ച് ഓഫീസറെ 2 തവണ കടുവ ആക്രമിച്ചു. 2 തവണ ആക്രമിച്ചിട്ട് അത്ഭുതകരമായി അദ്ദേഹം രക്ഷപ്പെട്ടു. ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്തിരുന്നു. മാത്രമല്ല ഇതിൻ്റെ ശേഷം എന്താണ് ഇതിൻ്റെ പരിഹാരം എന്നുള്ള നിലയ്ക്ക് 3 ചീഫ് വൈൽഡ് ലൈഫ് വാർഡന്മാരും, അതായത് കേരള, കർണാടക, തമിഴ്നാട് 3 ചീഫ് വൈൽഡ് ലൈഫ് വാർഡനും ഒരുമിച്ചിരുന്ന് ഇതിന് വേണ്ടിയിട്ടൊരു പ്ലാനിങ് ഉണ്ടാക്കണമെന്ന് ഞങ്ങളെല്ലാം പറഞ്ഞിരുന്നു. 3 വർഷമായി ഇതുവരെ നടന്നില്ലെന്നാണ് എൻ്റെ അഭിപ്രായം. അതേപോലെ തന്നെ CR പറഞ്ഞതുപോലെ മിനിസ്ട്രി ഓഫ് എൻവയോൺമെൻറ്റിൻ്റെ മാനുവലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും ഇതൊന്നും പ്രാവർത്തികമാക്കുന്നില്ല. അതിനു വേണ്ടിയിട്ടുള്ള ഫണ്ട് ചോദിക്കുന്നില്ല. അതിനായിട്ട് സ്പെഷ്യൽ ഒരു സോൺ ഉണ്ടാക്കുന്നില്ല. അപ്പോൾ എൻ്റെ ഒരു സജഷൻ എന്താ വെച്ചാൽ വയനാട് മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് വ്യത്യാസമായി വയനാടിനെ ഒരു സ്പെഷ്യൽ മിറ്റിഗേഷൻ സോൺ ആക്കണമെന്നാണ്. കാരണം അവിടെ എന്നും നിരന്തരം പ്രശ്നങ്ങളാണ്. അപ്പോൾ അവർക്ക് നഷ്ടപരിഹാരം കിട്ടുന്നില്ല. സാധാരണ പോലെയുള്ള രീതിയിലാണ്. നമുക്കറിയാം ട്രഷറി പൈസ ഉണ്ടാവില്ല, അവർക്ക് കിട്ടില്ല. അപ്പോൾ അതിനായിട്ട് ഒരു പ്രത്യേക ഒരു കോർപ്പസ് ഫണ്ട് ഉണ്ടാക്കിയിട്ട് അല്ലെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ നേതൃത്വത്തിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റും. കാരണം ഫോറസ്റ്റ് കൺകറൻ്റ് ലിസ്റ്റിൽപ്പെട്ടതാണ്. സെൻട്രൽ ഗവൺമെൻറ്റിനും അതിൻ്റേതായ ഉത്തരവാദിത്വമുണ്ട്. അത് അവരെ കൊണ്ട് ചെയ്യിക്കാൻ നമ്മൾ സ്റ്റേറ്റ് ഗവൺമെൻറ് ബാധ്യസ്ഥരാണ്. അപ്പോൾ അതുകൂടി ഉണ്ടെങ്കിൽ മാത്രമേ ഇത് ശരിയാവുന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. പിന്നെ ഈ കാര്യത്തിൽ നമ്മുടെ തണ്ണീർ കൊമ്പനിലേക്ക് വരികയാണെങ്കിൽ ചെറിയ പാളിച്ചകൾ നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടില്ലേ? കാരണം ഇന്ന് തന്നെ നമ്മൾ പാനലിൽ ഇരിക്കുന്ന ആൾക്കാർ, ഞാനൊരു റിട്ടയർഡ് ഉദ്യോഗസ്ഥനാണ്, സർവീസിലിരിക്കുന്ന ഒരാളും ഇതിനെപ്പറ്റി ഒന്നും സംസാരിക്കുന്നില്ല എന്നുള്ളത് വളരെ ഖേദകരമാണ്. അറ്റ്ലീസ്റ്റ് ഒരു പ്രസ് റിലീസെങ്കിലും ഇടാമായിരുന്നു. ഉണ്ടാകുന്ന എനിക്കറിയില്ല, എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. കാരണം വനം വകുപ്പ് ഒരു റേഡിയോ കോൾ ചെയ്ത ഒരു ആന, ഏത് വനം വകുപ്പായാലും സംസ്ഥാനം കർണാടക ആയാലും ഇതായാലും അവരത് മോണിറ്റർ ചെയ്യണം. അത് കേരളത്തിലോട്ട് കടക്കുമ്പോൾ കൃത്യമായിട്ട് അവർ അറിയിച്ചിരിക്കണം. അത് അറിയിച്ചോ ഇല്ലയോ എന്നുള്ളത് നമ്മൾ അറിയുന്നില്ല. ഇന്ന് ഈ ചർച്ചയിലിരിക്കുമ്പോഴും കേരള ഗവൺമെൻറ്റിന്, കേരള വനം വകുപ്പിനെ ഈ കാര്യം അറിയിച്ചിട്ടുണ്ടോ അറിയുന്നില്ല. ഒരു പാൽക്കാരൻ കണ്ടുകൊണ്ട് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ ആക്ഷൻ എടുക്കാൻ തുടങ്ങിയത്. അതൊന്ന്. രണ്ടാമത്, നമ്മൾ ഈ ട്രാങ്കുലൈസ് ചെയ്ത് ട്രാൻസ്ലൊക്കേഷൻ നടത്തുക എന്ന് പറയുന്നത് അത് എത്രത്തോളം പ്രായോഗികമാണ്, ഇതിനെപ്പറ്റി നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. കാരണം ഇവിടെ നേരത്തെ അരിക്കൊമ്പിൻ്റെ പ്രശ്നം വന്നപ്പോൾ ഒരുപാട് PIL ഹൈക്കോടതിയിൽ വന്നു. ഇതിനൊരിക്കലും ട്രെയിൻ ചെയ്യാൻ പാടില്ല, ഇതിനെ പീഡിപ്പിക്കാൻ പാടില്ല, ഇതിനെ തിരിച്ച് കാട്ടിലയക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ഹൈക്കോടതി, ബഹുമാനപ്പെട്ട ഹൈക്കോടതി ഒരു എക്സ്പേർട്ട് കമ്മിറ്റി ഉണ്ടാക്കി. ആ എക്സ്പേർട്ട് കമ്മിറ്റിയുടെ ഡിസിഷൻ ഇതിനെ പറമ്പിക്കുളത്തോട്ട് വിടണമെന്നായിരുന്നു. അപ്പോൾ പറമ്പിക്കുളം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞാൽ നമ്മൾ ജനങ്ങളെ, സാധാരണ ആൾക്കാരെ പറ്റി വിശ്വസിക്കുമ്പോൾ അതേതോ ഒരു ഉൾക്കാടാണെന്ന് വിചാരിക്കുക, പൊള്ളാച്ചി വഴി പോകണം അങ്ങനെയൊക്കെയാണ്. പക്ഷേ പറമ്പിക്കുളത്ത് എത്തിക്കഴിഞ്ഞാൽ അതിന് ഈ പറഞ്ഞ പോലെ ഞാൻ ഒബ്ജക്റ്റ് ചെയ്തിരുന്നു. കാരണം അവിടെ 5-6 ട്രൈബൽ സെറ്റിൽമെൻ്റ് ഉണ്ട്. ട്രൈബൽ സെറ്റിൽമെൻറ്റിൽ ആൾക്കാരാണ്, ജീവനാണ്. അതിലേതിലെങ്കിലും ഇറക്കുമ്പോൾ പോയി കഴിഞ്ഞാലത്തെ സ്ഥിതി എന്താണ്? അപ്പോൾ അതെന്തോ ഭാഗ്യത്തിന് അത് മാറ്റി അവർ പെരിയാറിലോട്ടാണ്. പെരിയാറും നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യമുണ്ടായി. അതെ,
നേരെ തമിഴ്നാട്ടിലോട്ട് പോയി. തമിഴ്നാട്ടിൽ പോയി നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു. എന്നിട്ടും അതിപ്പോൾ ശരിയായി, അത് മേഘമല എവിടെയാണ് ഇപ്പോൾ ഉള്ളത്. ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതി എന്താണെന്ന് അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മൾ ഈ ട്രാൻസ്ലൊക്കേഷൻ വേണോ അതോ കുംകീസായിട്ട് എടുക്കണോ എന്നുള്ള കാര്യങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം 1972 വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് വന്നതിന് ശേഷം കംപ്ലീറ്റ് ബാനാണ്. ഹണ്ടിങ് ഇല്ല, ഒന്നുമില്ല. ഇതിങ്ങനെ പെറ്റ് പെരുകയാണ്. ആന മാത്രമല്ല, പന്നിയായാലും എല്ലാ മൃഗങ്ങളും പെറ്റ് പെരുകിക്കൊണ്ടിരിക്കുന്നത്. കാട് ശോഷിച്ച് വരികയാണ്. കാടിലാണെങ്കിൽ മറ്റു പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇൻവേസീവ് വീഡ്സും ഇൻവേസീവ് ട്രീസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഇതിൻ്റെ ആഹാരങ്ങൾ കുറഞ്ഞു വരുന്നുണ്ട്. വയനാട്ടിൽ തന്നെ വലിയ പ്രശ്നമാണ്. എന്തുകൊണ്ടാണ് ഈ മൃഗങ്ങൾ വരുന്നത് എന്ന അടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ എത്രയോ തവണ ചർച്ച ചെയ്തിരിക്കുന്നു. ഈ ആനയുടെ പ്രശ്നം തന്നെ നമ്മൾ ഈ കണ്ണൂരിലെയും ഒക്കെ കാര്യങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് എത്രയോ തവണ ചർച്ച ചെയ്തിരിക്കുന്നു. പക്ഷേ പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാവുകയാണ്, അതിന് പെട്ടെന്ന് പരിഹാരം കാണേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന വലിയ ആശങ്ക ചെയ്തത് പിടിച്ചു പോകുന്നു എന്നൊരു പ്രശ്നവും കൂടി ഉണ്ട്. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരികെ വരാം. ശ്രീ അലക്സ് ഒഴികയിൽ ഈ ഇതിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇന്നലെ നമ്മൾ ഇതിന്റെ തുടക്കത്തിൽ ചിന്തിക്കുന്നത് അയ്യോ ഒരു വന്യജീവി ജനങ്ങളുടെ ഇടയിലേക്ക് വരുന്നു, അതിന്റെ പ്രശ്നങ്ങൾ. ഇന്നിപ്പോൾ നമ്മൾ ഒരു സമൂഹം എന്ന നിലയിൽ ചിന്തിക്കുന്നത്, മനുഷ്യത്വമുള്ളവർ എന്ന രീതിയിൽ ചിന്തിക്കുന്നത്, ആ ആന മരിച്ചുപോയി, അതിനോട് നീതി കാണിക്കാൻ നമുക്ക് കഴിഞ്ഞില്ലേ എന്നുള്ളതാണ്. രണ്ട് സങ്കീർണങ്ങളായ പ്രശ്നങ്ങളാണ്. ഇതിനിടെ നമ്മൾ എപ്പോഴും എല്ലാ കാലത്തും നമ്മൾ പ്രാമുഖ്യം കൊടുക്കുന്നത് ജനങ്ങളുടെ പ്രശ്നത്തിന് തന്നെയാണ്. അങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ എന്നതൊരു യാഥാർത്ഥ്യവുമാണ്. എന്നിരുന്നാലും എന്താണ് ചെയ്യാൻ കഴിയുക പരമാവധി, അല്ലെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇതിനൊരു ശാശ്വതമായ പരിഹാരം ഉണ്ടാക്കുക എന്നുള്ളതാണ്. അത് സാധ്യമാകാതെ പോകുന്നുമുണ്ട്. സംഷാദ് മരിക്കാർ നേരത്തെ പറയുന്നു, ഇതിന് ഡാർട്ടിംഗ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് കാലതാമസം ഉണ്ടാകുമ്പോഴാണ് ചെറിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകുന്നത് എന്ന്. ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു, പ്രശ്നങ്ങൾ ഉണ്ടാകാതെ ഇരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് വലിയ പ്രതിഷേധങ്ങളിലേക്ക് കാര്യങ്ങൾ കൈവിട്ടു പോകാതെ ഇരുന്നത്. എങ്ങനെയാണ് മലയോര ജനതയ്ക്ക് ഇതിനെ നേരിടാൻ കഴിയുക? മധു, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? എനിക്ക് കേൾക്കാം. ഓക്കെ, ശരി. മധു, എനിക്കൊരു ഒരു 5 മിനിറ്റ് സമയം തരണം. കാരണം നമ്മൾ ഇതിന്റെ റൈറ്റ് പെർസ്പെക്റ്റീവിൽ കാണുന്നില്ല എന്നുള്ളതാണ് എന്റെ ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം. ഇവിടെ ഇപ്പം ആന ചത്തതിലോ ചെരിഞ്ഞതിലോ ഒക്കെ വലിയ ദുഃഖം രേഖപ്പെടുത്തി. ഞാൻ വളരെ വ്യക്തമായിട്ടൊരു കാര്യം ആദ്യം തന്നെ പറയാണ്, ഈ ആന ചത്തതിൽ എനിക്ക് യാതൊരു ദുഃഖവും ഇല്ല, ഒരു വിഷമവും ഇല്ല. കാരണം നമ്മൾ അതിന്റെ റൈറ്റ് പെർസ്പെക്റ്റീവിൽ കാണാനുള്ളതാണ്. കാരണം കൺസർവേഷൻ ഇസ് ഡൺ അറ്റ് എ സ്പീഷീസ് ലെവൽ. Not every individual element within a species need not be rescued or protected. ആ സ്പീഷീസിന്റെ സംരക്ഷണമാണ് പ്രധാനം. ഒരാന ചത്തു എന്നതുകൊണ്ട് ഈ ഏഷ്യൻ എലഫൻസ് എന്ന് പറയുന്ന സ്പീഷീസിന്റെ സംരക്ഷണത്തിന് യാതൊരു പ്രശ്നവും സംഭവിക്കുന്നില്ല. ലോകത്ത് മുഴുവൻ 45,000 ഏഷ്യൻ ആനകളാണ് ഉള്ളത്. അതിൽ 30,000 എണ്ണം ഇന്ത്യയിലാണ്. അതിൽ 15,000 എണ്ണം കേരളം, തമിഴ്നാട്, കർണാടക എന്ന ഈ ലാൻഡ്സ്കേപ്പിലാണ്. കേരളത്തിൽ 6,000, കർണാടക 6,000, തമിഴ്നാട് 3,000, 15,000 ആനകളാണ് ഈ ഒരു ലാൻഡ്സ്കേപ്പിലുള്ളത്. അവിടെ ഈ ഒരു ആന ചത്തുപോയെന്ന് വിചാരിച്ച് ഈ പറയുന്ന ഏഷ്യൻ എലഫൻസ് വംശനാശ ഭീഷണി നേരിടുവോ? ഇല്ലല്ലോ. ഇത് കൂടുതൽ ആനകൾ വനത്തിനുള്ളിൽ കുത്തുകൂടി ചാവുന്നില്ലേ? മറ്റു പല കാരണങ്ങൾ കൊണ്ട് ചാവുന്നില്ലേ? ഏകദേശം ഇങ്ങനെ പല തരത്തില് ആനകൾ കൊല്ലപ്പെട്ടിട്ടും ഒരു വർഷം ഇന്ത്യയിൽ 600ഓളം ആനകൾ കൂടിയാണ്. എനിക്ക് തൊട്ടു മുമ്പ് സംസാരിച്ച ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ അദ്ദേഹം പറഞ്ഞു, വനത്തിൽ വന്യജീവികൾ പെരുകുന്നു എന്നൊരു പോയിന്റ് അദ്ദേഹം പറഞ്ഞു. ആദ്യമായിട്ടാണ് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥൻ, റിട്ടയർ ചെയ്ത ഒരാളാണെങ്കിൽ പോലും വന്യജീവികൾ പെരുകുന്നു എന്നൊരു പോയിന്റ് പറയുന്നത്. അത് വളരെ സന്തോഷകരമുള്ള ഒരു കാര്യമാണ്. അതാണ് ഇതിന്റെ റിയാലിറ്റി. അതുകൊണ്ട് ഈ ഒരാന ചത്തതിൽ ഒരു ദുഃഖവും വേണ്ട ആർക്കും. ഇവിടെ ഒരു പ്രശ്നവുമില്ല. ഏഷ്യൻ എലഫന്റ് എന്ന സ്പീഷീസ് ഇൻടാക്ട് ആയിട്ട് ഇന്ത്യയിലുണ്ട്, ഒരു സംശയം വേണ്ട. അതൊന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, നമ്മളിവിടെ എന്താ ചർച്ച ചെയ്യുന്നത്? അതിനെ ഡാട്ട് ചെയ്ത് ശരിയായോ? അതിന്റെ ഡോസ് കൂടിപ്പോയോ? ഇതൊക്കെ ഓപ്പറേഷണൽ മാറ്റേഴ്സ് ആണ്. അത് വനം വകുപ്പിൽ മിസ്റ്റേക്ക് വന്നിട്ടെങ്കിൽ അത് അവർ ചെയ്യട്ടെ. അതല്ലല്ലോ ഇവിടുത്തെ പോയിന്റ്. ഇവിടെ ചർച്ച ചെയ്യേണ്ട പോയിന്റ് ഈ മാനന്തവാടി എന്ന് പറയുന്ന ജനവാസ ടൗണിന്റെ ഹൃദയഭാഗത്ത് ഈ പറയുന്ന റേഡിയോ കോളറിൽ ആന എങ്ങനെ ചർച്ച തുടങ്ങിയത് നമ്മുടെ വനം വകുപ്പ് മന്ത്രിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടാണ്. അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വനം വകുപ്പിന്റെ മന്ത്രിയാണ്. ജനങ്ങളുടെ സുരക്ഷയും വന്യമൃഗങ്ങളുടെ സുരക്ഷയും ഒരുപോലെയാണ്. അങ്ങ് പറയുന്ന പോലെ സ്പീഷീസിന്റെ സംരക്ഷണം മാത്രമൊന്നുമല്ല നിയമം അനുവദിച്ചു നൽകിയിട്ടുള്ളത്. നമുക്ക് നമ്മുടെ ഒരു പന്നിയെ വെടിവെക്കണമെങ്കിൽ എത്രത്തോളം വലിയ പ്രശ്നമുണ്ട്. അതിനുവേണ്ടി എത്രത്തോളം വലിയ സമരങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. ഒരു വന്യമൃഗത്തെ പോലും അതിന്റെ സ്പീഷീസ് നിലനിൽക്കുന്നതിന് തടസ്സമാകില്ല എന്നൊരു വാദം ഉന്നയിച്ചുകൊണ്ടൊന്നും അതിനെ അതിക്രമിക്കാൻ കഴിയില്ല. അതിനോട് ചെയ്യേണ്ട നീതി അതിനോട് ചെയ്യണമെന്ന് തന്നെയാണ് നിയമം പറയുന്നത്. മാധു, അതിലേക്കാണ് ഞാൻ വരുന്നത്. അതിലേക്ക് കൃത്യമായിട്ട് അതിലേക്ക് പറയാം. എനിക്കൊരു സമയം തരണം. അതായത് ലോകത്തിലെ ഏറ്റവും മികച്ച വന്യജീവി സംരക്ഷണ നിയമമുള്ളത് US-ലാണ്. US-ന്റെ പല നിയമങ്ങളും നമ്മൾ കോപ്പി അടിച്ചിട്ടുണ്ട്. US-ൽ എൻഡേഞ്ചേർഡ് സ്പീഷീസ് ആക്ട് എന്ന് പറയുന്ന ഒരു ആക്ട് 1973 വന്നിട്ടുണ്ട്. നമ്മുടെ ആക്ട് വന്നത് 1972 ഈ ആക്ട് പ്രകാരം എൻഡേഞ്ചേർഡ് സ്പീഷീസ്, അതായത് വംശനാശ ഭീഷണിയുള്ള ജീവികൾക്കാണോ പരിരക്ഷ. അതായത് ഉദാഹരണത്തിന് ഈ ഈഗിൾ എന്ന് പറയുന്ന സാധനം, അമേരിക്കൻ ഈഗിൾ, നമ്മുടെ അമേരിക്കയുടെ സർക്കാരിന്റെ മുദ്രയിലൊക്കെ ഒരു ഈഗിളില്ലേ, കഴുകൻ.
ആ കഴുകൻ വംശനാശ ഭീഷണിയുള്ള ഒരു ജീവിയായിരുന്നു. 30 വർഷം അത് എൻഡേഞ്ചേർഡ് ലിസ്റ്റിലായിരുന്നു. 2007 US ഗവൺമെന്റ് അത് എൻഡേഞ്ചേർഡ് ലിസ്റ്റിൽ നിന്ന് മാറ്റി. അതിനിപ്പോ നിയമപരിരക്ഷയില്ല. അതുപോലെ തന്നെ അലിഗേറ്റർ, അമേരിക്കൻ അലിഗേറ്റർ എന്ന് പറയുന്ന ഒരു മുതലയുടെ ഒരു വകഭേദമുണ്ട്. അത് എൻഡേഞ്ചേർഡ് ലിസ്റ്റിലായിരുന്നു, ഇപ്പൊ അതില്ല. അങ്ങനെ 100 കണക്കിന് ജീവികളെ ഈ ESA എന്ന നിയമം ഉപയോഗിച്ചുകൊണ്ട് അമേരിക്ക സമയാസമയങ്ങളിൽ അതിന് കൃത്യമായി കണക്കെടുത്തുകൊണ്ട്, അതാണ് ശാസ്ത്രീയമായിട്ടുള്ള ക്യാരിയിങ് കപ്പാസിറ്റി കണക്കുമെടുത്തുകൊണ്ട് ഏതിനാണോ പ്രൊട്ടക്ഷൻ വേണ്ടത് അതിനെ മാത്രം പ്രൊട്ടക്ട് ചെയ്യുകയും അത് എണ്ണത്തിൽ കൂടി കഴിയുമ്പോൾ ആ പ്രൊട്ടക്ഷൻ ആ എൻഡേഞ്ചർ ലിസ്റ്റിൽ നിന്ന് മാറി കഴിയുമ്പോൾ അതിനെ മാറ്റുകയും ചെയ്യുന്നു. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. ഇസ തുടക്കം മുതൽ പറയുന്ന കാര്യം ഇതാണ്. ഇന്ത്യ എന്ന രാജ്യത്തിന് ശാസ്ത്രീയമായിട്ടുള്ള ഒരു സയന്റിഫിക് മാനേജ്മെന്റ് പോളിസി ഇല്ല വൈൽഡ് ലൈഫിന്റെ കാര്യത്തിൽ. അതാണ് ഇതിന്റെ റൂട്ട് കോസ്. അത് പരിഹരിക്കാതെ നമ്മൾ ഈ ചർച്ച നടത്തിയിട്ട് ഡോസും ഡാർട്ടിങ്ങും ഒന്നും നടത്തിയിട്ട് കാര്യമില്ല. സ്പീഷീസ് ആണ്, ഞാൻ മാധു പറഞ്ഞതിനെ പൂർണ്ണമായും കണ്ണിക്കുകയാണ്. സ്പീഷീസ് ആണ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്. അതാണ് സയന്റിഫിക് മാനേജ്മെന്റ്. സംശയം ഉണ്ടെങ്കിൽ മാധുരം നോക്കാം, ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയാൽ മതി. UK, ഓസ്ട്രേലിയ, USA ഏത് രാജ്യം എടുത്തു കഴിഞ്ഞാലും സയന്റിഫിക് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്പീഷീസ് ആണ് പ്രാധാന്യം. അത്തരം സയന്റിഫിക് ആയിട്ട് അതാണ് സയന്റിഫിക് എങ്കിൽ അത് പരിഗണിച്ചുള്ള നിയമമാണ് നമുക്ക് നമ്മുടെ നാട്ടിലുള്ള നിയമം അനുസരിച്ചല്ലേ കാര്യങ്ങൾ പറയാൻ കഴിയുകയുള്ളൂ. നമ്മുടെ നാട്ടിൽ ഒരു വന്യമൃഗത്തെ പോലും എത്രത്തോളം അതിൽ എക്സസ് ഉണ്ട് എങ്കിൽ പോലും നമുക്ക് ഒരു വന്യമൃഗത്തെ പോലും ഉപദ്രവിക്കാനോ ഭക്ഷ്യയോഗ്യമാക്കാനോ അങ്ങനെ ഒന്നും കഴിയില്ല. ഇപ്പോൾ ഈ പന്നിയുടെ അതിക്രമം ഉണ്ടാകുമ്പോൾ പോലും അതൊരു വലിയ വിഷയമായി വരുന്നത് എന്തുകൊണ്ടാണ്? ഉപദ്രവിക്കാൻ കഴിയില്ല എന്നുള്ള കാര്യം ഉള്ളത് കൊണ്ട് തന്നെയാണ്. അല്ല മാധു, അതിൽ കുറച്ച് ശരിയുണ്ട്, കുറേയേറെ തെറ്റുമുണ്ട്. ഒന്നാമത്തെ കാര്യം, നമ്മുടെ നിലവിലുള്ള നിയമത്തിൽ പോലും കാട്ടുപന്നിയെ ശുദ്ധജീവിയാക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ആർട്ടിക്കിൾ 62 പ്രകാരം അത് പ്രപ്പോസൽ പോയിട്ടുണ്ട്. കേന്ദ്ര സർക്കാർ പല കാരണങ്ങളും അംഗീകരിച്ചില്ല. പക്ഷെ ഇപ്പോൾ പോലും പഞ്ചായത്ത് പ്രസിഡന്റുമാർക്ക് അതിനെ കൊല്ലാനുള്ള ഉത്തരവ് കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് കണ്ടീഷണൽ ഉത്തരവാണ്. അതെ. അപ്പൊ അതിനകത്ത് പ്രൊവിഷൻ ഇല്ല എന്ന് പറയുന്നത് ചില പ്രൊവിഷൻസ് ഉണ്ട്, പക്ഷെ അത് അപ്രായോഗികമാണ് എന്നുള്ളതാണ് പോയിന്റ്. അപ്പൊ നമ്മളുടെ ചർച്ച പോകേണ്ടത് നമ്മുടെ വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് റെജീം മാറുന്നതിനെ പറ്റി ചർച്ച വരണം. ഈ പറയുന്ന വന്യജീവികളുടെ എണ്ണം കൂടി എന്ന് ഇവിടുത്തെ കൺസർവേഷനിസ്റ്റ് അംഗീകരിക്കണം. എണ്ണം കുറയ്ക്കുക എന്നുള്ളതും ഇത് പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ അതിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് മാനേജ് ചെയ്യാനുള്ള അധികാരം ലോക്കൽ അഡ്മിനിസ്ട്രേഷന് കിട്ടുക എന്നുള്ളതാണ്. ഇപ്പൊ ഒറ്റ കാര്യം കൂടെ മാധു, ഒറ്റ മിനിറ്റ്. 1957 മാനന്തവാടിയിൽ ഇതിനു മുമ്പ് ആന വന്നത്. അന്ന് മാനപാണ്ഡ്യൻ സബ് കളക്ടർ പോലുമല്ല, സബ് കളക്ടർ ഈ ആനയെ വെടിവെച്ചല്ലോ ഉത്തരവിട്ടു. ആനയെ വെടിവെച്ച് കൊന്നു. ഇന്നലെ ഞാൻ പറയാം, ഈ ജില്ലാ കളക്ടർ മാനന്തവാടിയിൽ വന്നിരുന്നല്ലോ. ഈ ആന ഭാഗ്യത്തിന് ആരെയും കൊന്നില്ല. അത് കൊന്നിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? അവർ നോക്കി വെക്കേണ്ട കാര്യമുണ്ടോ? അതായത് ഡിസ്ട്രിക്ട് അഡ്മിനിസ്ട്രേഷന് പവർ ഉണ്ട്, നിയമം ഇല്ല എന്ന് പറയരുത്. CRPC 133(1) പ്രകാരം നോയിസൻസ് റിമൂവ് ചെയ്യാനുള്ള സാധനം എനി ആനിമൽ, ഏത് മൃഗത്തെയും വെടിവെച്ച് കൊല്ലാനോ മറ്റു രീതിയിൽ പിടിച്ചു മാറ്റാനുള്ള ഉത്തരവാദിത്വം ഡിസ്ട്രിക്ട് മജിസ്ട്രേറ്റിനുണ്ട്. എന്തുകൊണ്ട് കേരളത്തിലെ കളക്ടർമാർ അത് ഉപയോഗിക്കുന്നില്ല? കോട്ടയത്ത് കാട്ടുപോത്ത് 2 പേരെ വെടിവെച്ച് കൊന്നു. ഞാൻ ആ സ്ഥലത്ത് പോയ ആളാ. കളക്ടറെ കൊണ്ട് ആ ഉത്തരവ് ഞങ്ങൾ ഇടിപ്പിച്ചു. ഞങ്ങളുടെ ലീഗൽ ടീം ഇടപെട്ട് ഇടിപ്പിച്ചതാണ്. പക്ഷെ അതിന് DF കൊടുത്ത മറുപടി എന്താണെന്ന് അറിയാവോ? ഇത് കളക്ടർക്ക് ഉത്തരവിടാൻ അധികാരം ഇല്ലെന്നാണ് പറഞ്ഞത്. അത് പറയാൻ DFOക്ക് എന്താ അധികാരം? മാനന്തവാടി സബ് കളക്ടർ ഉപയോഗിച്ചിട്ടുണ്ടല്ലോ. കർണാടകയിൽ മൈസൂരിൽ 2 മാസം മുമ്പ് 3 പേരെ കൊന്ന പുലിയെ വെടിവെച്ച് കൊന്നത് CRPC 131 ഉപയോഗിച്ചിട്ടാണല്ലോ. പിന്നെന്താ? എന്തുകൊണ്ട് വനം വകുപ്പ് ഇത്ര നിഷേധാത്മകമായിട്ടുള്ള നിലപാടെടുക്കുന്നു എന്നുള്ള ചോദ്യം, അത് ചോദ്യം ചെയ്യാനുള്ള ആർജവം ഇവിടുത്തെ രാഷ്ട്രീയക്കാർക്കില്ല. ഇപ്പൊ സംഷാദ് മരക്കാർ എന്ന് പറയുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്. അദ്ദേഹം പറഞ്ഞു, എന്തുകൊണ്ട് ഈ ആന ഇവിടെ വന്നതിൽ വനം വകുപ്പിന്റെ ഭാഗത്ത് കൃത്യവിലോപം ഉണ്ടായിട്ടുണ്ടെന്ന് പറയാനുള്ള ആർജവം ഈ സംഷാദ് മരക്കാർ ഉണ്ടായിട്ടുണ്ടോ? ഇല്ലല്ലോ. മാനന്തവാടി മുനിസിപ്പാലിറ്റി ഇന്നൊരു പ്രമേയം പാസാക്കി. എന്താണെന്നറിയോ? ആന മരിച്ചതിൽ അഗാധമായ ഞടുക്കവും ദുഃഖവും രേഖപ്പെടുത്തുന്നു. 2 ആഴ്ച മുമ്പ് തിരുനെല്ലിയിൽ ഒരാളെ ആന ചവിട്ടി കൊന്നപ്പോൾ ഈ പറഞ്ഞ മാനന്തവാടി നഗരസഭയ്ക്ക് ഒരു ദുഃഖവും ഇല്ലായിരുന്നല്ലോ, ഒരു ഞെട്ടലും ഇല്ലായിരുന്നല്ലോ. പിന്നെ ഇവർ ആർക്കു വേണ്ടിയാണ് ഭരിക്കുന്നത്? ഇവരെ വോട്ട് ചെയ്ത് വെച്ചത് ജനങ്ങളാണ്. ജനങ്ങൾ ഭരിക്കുമ്പോൾ ഇവർക്ക് ദുഃഖമില്ല, ആശങ്കയില്ല. ആന ചാകുമ്പോഴും പന്നി ചാകുമ്പോഴും ഇവർക്ക് ദുഃഖം. ഈ രീതിയിലുള്ള സംഘടനകളുടെ പ്രഖ്യാപിത നിലപാട് തന്നെയാണ് അങ്ങ് പറയുന്നത്. അങ്ങ് ഉറച്ചു നിൽക്കുന്ന ബോധ്യത്തിലുമാണ്. അതാണ് ശരിയായ നിലപാട്. ശരി. അല്ല, പലതരം നിലപാടുകൾ പറയാനുള്ള വേദിയാണ് ചർച്ചകൾ എന്ന് പറയുന്നത്, ശ്രീ അലക്സ് ഒഴികെ. പക്ഷെ ഒരു വന്യജീവിയോട് പെരുമാറുന്നതിൽ നിയമം നിഷ്കർഷിക്കുന്ന വിധത്തിൽ എന്തെങ്കിലും മാറ്റം വന്നിട്ടുണ്ട് എങ്കിൽ അത്തരം വിമർശനങ്ങൾക്ക് കൂടി ഇടയുണ്ട് നമ്മുടെ നാട്ടിൽ. അതിനെ അംഗീകരിക്കാതെ ഒന്നും മുന്നോട്ട് പോകാൻ കഴിയുകയുമില്ല. നിയമത്തിലുള്ള പ്രൊവിഷൻ ചെയ്യുന്നില്ല. ശരി. ശ്രീ CR നീലകണ്ഠൻ, ഈ അരിക്കൊമ്പനെ സ്ഥലം മാറ്റുന്നത് അത് ഒരു വലിയ നിയമ പ്രക്രിയയുടെ ഫലമായിട്ടാണ് സംഭവിച്ചത്. തണ്ണീർക്കൊമ്പന് വേണ്ടിയും സമാനമായൊരു പശ്ചാത്തലം ഒരുങ്ങുന്നു, പക്ഷെ അത് പോസിബിൾ ആകുന്നില്ല. ഇത് വളരെ കാര്യക്ഷമമായി ഫലപ്രദമായി നടപ്പിലാക്കാൻ കഴിയുന്ന ഒരു രീതിയാണ് എന്നാണ് അരിക്കൊമ്പൻ മിഷൻ സക്സസ് ആയപ്പോൾ നമ്മൾ വിചാരിച്ചത്. ഇവിടെ മറിച്ചാണെന്ന് സംശയിക്കേണ്ടുന്ന ഒരു സാഹചര്യം കൂടി വരുന്നുമുണ്ട്. നമുക്കൊരു പഠനം ആവശ്യമില്ലേ അതിൽ? മധു, ഞാൻ ആദ്യം പറഞ്ഞ ഒരു കാര്യം അതാണ്.
ഇപ്പോൾ അലക്സ് പറയുന്നു ഇവിടെ ആനകൾ പെറ്റുപെരുകിയിട്ടുണ്ട്, അല്ലെങ്കിൽ കുറേ ആളുകൾ പറയുന്നു എണ്ണം കുറഞ്ഞിട്ടുണ്ട്. പല വന്യജീവികളെ സംബന്ധിച്ച് വലിയ തർക്കങ്ങളുണ്ട്. ഞാൻ ആ തർക്കത്തിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്സിലേക്ക് പോകുന്നില്ല. കാരണം സ്റ്റാറ്റിസ്റ്റിക്സ് കൃത്യമായി എണ്ണം കിട്ടിയില്ലെങ്കിൽ ആ സ്റ്റാറ്റിസ്റ്റിക്സ് നമുക്ക് അർത്ഥമില്ല. ഇവിടെ ഒരു സ്റ്റാറ്റിസ്റ്റിക്സും ആരുടെ കയ്യിലുമില്ല. ഇപ്പോൾ നേരത്തെ ചോദിച്ചല്ലോ, റേഡിയോ കോളർ വെച്ച ഒരാന എങ്ങനെയാണ് നാഗർഹോളയിൽ നിന്ന് മാനന്തവാടിയിൽ ഇത്ര ദൂരം എത്തിയത്? അപ്പം നമ്മുടെ നാട്ടിൽ സംവിധാനങ്ങളുണ്ട്, അത് ആ സംവിധാനം നമ്മൾ ഉപയോഗിച്ചോ. പിന്നെ പ്രൊസീജിയർ, സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ. ഇപ്പോൾ നമുക്ക് ആനയാണെങ്കിൽ കൊല്ലാം, വേണമെങ്കിൽ വേറെ മനുഷ്യരാണെങ്കിൽ കൊല്ലാം എന്നൊക്കെ നമുക്ക് പറയാം, കുഴപ്പമാണെങ്കിൽ കൊല്ലാം എന്നൊക്കെ പറയാം. ഞാൻ അങ്ങനെയൊന്നുമല്ല കാണുന്നത്. ഈ രാജ്യത്തൊരു നിയമമുണ്ട്, ആ നിയമം കൃത്യമായി നടപ്പാക്കാൻ വേണ്ട സംവിധാനം നമുക്ക് വേണം. ആ നിയമം ഏതെങ്കിലും തരത്തിൽ മനുഷ്യർക്ക് ഹാനികരമാണെങ്കിൽ അത് തിരുത്തണമെന്ന് പറയുന്ന ഒരാൾ തന്നെയാണ് ഞാൻ, ഒരു തർക്കമില്ല. പക്ഷേ വന്യജീവികളെന്ന് പറയുന്നത് മനുഷ്യൻ്റെ ശത്രുക്കളായിട്ടൊന്നും കാണുന്ന ഒരാളല്ല. കാരണം ഈ പ്രകൃതിയുടെ ഒരു ബാലൻസ് വെച്ച് അങ്ങനെ വേണമെങ്കിൽ അതിനു വേണ്ട സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടാവണം. ആ സംവിധാനം ഇവിടെ ഉണ്ടോ? അതിപ്പോൾ അലക്സിനെ പോലെയുള്ള ആളുകൾ പറയുന്നത് അവരുടെ അനുഭവത്തിൽ നിന്നാണ്, ഞാൻ അതല്ല എന്ന് പറയുന്നില്ല. പക്ഷേ വന്യജീവികളെ സംരക്ഷിക്കാൻ നിയമമുള്ളപ്പോൾ അവരോടെങ്ങനെ പെരുമാറണം, അതിനോടെങ്ങനെ പെരുമാറണം എന്നുള്ളതിനെക്കുറിച്ചുള്ള നിയമം അത് മനുഷ്യനോടുണ്ട്. ഇപ്പോൾ സ്ത്രീകളോട്, പെൺകുട്ടികളോടൊക്കെ മുമ്പ് നമ്മൾ പെരുമാറിയിരുന്ന മാതിരി ഇപ്പോൾ പെരുമാറി അതിൽ ക്രിമിനൽ കുറ്റമാണ്. കാരണം ഒരു 1960-ലോ 70-ലോ 80-ലോ നമ്മൾ പെരുമാറിയതല്ല ഇന്ന്. കാരണം മനുഷ്യൻ വ്യത്യാസപ്പെടുകയാണ്. അതുകൊണ്ട് അതിന് ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ മാനുവലിൻ്റെ കാര്യം. ആ മാനുവൽ എന്ന് പറയുന്നത് ഔദ്യോഗിക ഡോക്യുമെൻ്റാണ്. ഇവിടെ നേരത്തെ ഷംസാദ് മരിക്കാർ പറഞ്ഞ, ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്താ ഇത്രയും വൈകിയത്? അപ്പം നമുക്കൊരു ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ ഇല്ല. പ്രൊസീജിയർ ഉണ്ടെങ്കിൽ തന്നെ അത് ചെയ്യാനുള്ള സംവിധാനം നമ്മുടെ കയ്യിലില്ല. അതാര് തീരുമാനമെടുക്കുമെന്ന് അറിയില്ല. ഇപ്പോൾ കളക്ടർക്ക് വെടിവെച്ചു കൊല്ലാം, കളക്ടർക്ക് വെടിവെച്ച് കൊല്ലാൻ പറ്റുമോ? പണ്ടൊക്കെ നമ്മൾ ഉത്സവത്തിന് വേണമെങ്കിൽ ആനെ വെടിവെച്ച് കൊന്ന കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇന്നിപ്പോൾ അങ്ങനെ കളക്ടർക്ക് കൊല്ലാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ഇനി അങ്ങനെ ഉണ്ടെന്ന് വയ്ക്കുക, അതാണ് റൂളെങ്കിൽ അത് എല്ലാവർക്കും ഒരുപോലെ റൂളാവുണ്ട്. ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യണം. എന്തിനാ? ഒരാൾ ഉണ്ടെന്ന് പറയാം, ഒരാൾ ഇല്ല എന്ന് പറയാം. ഇത് രണ്ടും പറയുമ്പോൾ ഇവിടെ തീരുമാനമെടുക്കുന്നതിൽ പിന്നെയും നീണ്ടുപോവുകയാണ്. ഇല്ലാന്ന് DFO പറഞ്ഞിട്ടുണ്ട്. അലക്സ് സാറേ, നമ്മൾ തമ്മിൽ തർക്കിക്കാനല്ല ഞാൻ പറഞ്ഞത്. എൻ്റെ പോയിന്റേ അതല്ല. എൻ്റെ പോയിന്റ് ഇപ്പം അന്ന് നിയമം ഉണ്ടെന്ന് പറയും, ഇവിടെ ഇന്നതുണ്ടെന്ന് പറയും, ഞാനില്ല എന്ന് പറയും. ആ തർക്കം ഒരുപക്ഷെ ഇപ്പോൾ കോടതി ചെന്നപ്പോൾ എന്താണ് അരിക്കോമൻ്റെ കാര്യത്തിലുണ്ടായത്, അല്ലെങ്കിൽ ഏത് കാര്യത്തിലും നിങ്ങൾ വന്യജീവി നിയമത്തിൻ്റെ വൈൽഡ് ലൈഫ് ആക്ട് വെച്ച് പറഞ്ഞാൽ എന്താണ് പ്രൊസീജിയർ? വൈൽഡ് ലൈഫിനെ എപ്പോൾ കൊല്ലാം? അപ്പോൾ നാട്ടാനെ വെടിവെച്ച് കൊന്ന കേസ് നമുക്ക് ഉണ്ടായിട്ടുണ്ട്, വളർത്താനെ വെടിവെച്ച് കൊന്നിട്ടില്ലേ? കേരളത്തിൽ വെടിവെച്ച് കൊന്നിട്ടില്ല എന്ന് ഞാൻ പറയില്ല, വെടിവെച്ച് കൊന്നിട്ടുണ്ട്. ഉത്സവത്തിന് പണിയാൽ ആനെ വെടിവെച്ച് കൊന്ന അനുഭവം എൻ്റെ മുമ്പിലുണ്ട്. ഞാൻ പറഞ്ഞത് അതല്ല ചോദ്യം. എന്താണ് ക്ലിയർ ആയിട്ടുള്ള പ്രൊസീജിയർ? എന്താണ് നിയമം? എന്താണ് ഡാറ്റ? അതിനുള്ള സംവിധാനമുണ്ടോ? ഈ ചോദ്യത്തിനാണ് മറുപടി പറയേണ്ടത്. ഈ ചോദ്യത്തിന് മറുപടി പറയാത്തിടത്തോളം നമുക്കിപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ട് തർക്കിച്ചുകൊണ്ടിരിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. ആന ഇറങ്ങുന്നതിനെ കുറിച്ച് ഒരുപാട് കാലമായി തർക്കിച്ചുകൊണ്ടിരിക്കണം. ആനയുടെ എണ്ണം കൂടുതലാണ്, കുറേ ആനയെ വെടിവെച്ചു കൊന്നുകൊണ്ട് ആനയുടെ എണ്ണം കുറയോ? നമ്മൾ ഈ പറഞ്ഞ കണക്കിലൊന്നും അർത്ഥമില്ല. കാരണം കർണാടകയിൽ നിന്നുള്ള ആനയെ പോയി വന്നേക്കണേ, കേരളത്തിലുള്ള ആന പോലും അല്ല. അപ്പോൾ അവിടെ പ്രശ്നമുണ്ട്. എണ്ണല്ല പ്രശ്നം, പ്രൊസീജിയറാണ്, സയൻസ് ആണ്. ശ്രീ എസ് ഗുരുവായൂരപ്പൻ, ഇന്ന് വയനാട്ടിൽ എന്നും എന്നതുപോലെ ഈ പ്രശ്നമുണ്ട്. മലയോര മേഖലകളിൽ ആകെയുണ്ട്. ഈ തിരുവനന്തപുരത്താണ് കഴിഞ്ഞ ദിവസം ഒരു കരടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിക്കുകയും പിന്നീട് അത് വെള്ളത്തിൽ മുങ്ങി ചത്തുപോവുകയും ചെയ്തു. കണ്ണൂരിലൊരു പുലി, അതിനെ മയക്കുവെടി വെച്ചു, അത് മരിച്ചുപോയി. വലിയ വിവാദമായിരുന്നു. ഇത് ഇപ്പോൾ ഇത്തരത്തിലുള്ള പരാജയപ്പെട്ടു പോകുന്ന ദൗത്യങ്ങളെ കുറിച്ച് വനം വകുപ്പ് കൂടി പഠിക്കണ്ടേ? അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, പരാജയപ്പെട്ടു പോകാൻ പാടില്ല. അതിനാണ് അതിൻ്റെ കൃത്യമായ ശാസ്ത്രീയമായിട്ട് വിശകലനങ്ങൾ ഇതിന് മുൻപേ നമ്മൾ ചെയ്തതിൽ നിന്നും പഠിച്ച പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ഭാവിയിൽ എങ്ങനെയാണ് ഈ ജീവികളെ അവരുടെ മരണപ്പെടാതെ രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കുക എന്നുള്ളത് തീർച്ചയായിട്ടും അതിനൊരു വളരെ വിശദമായിട്ടുള്ള ഒരു അനാലിസിസ് നടത്തണം. അത് നമുക്ക് അതിന് വേണ്ടിയിട്ട് വിദേശങ്ങളിൽ പോകണമെങ്കിൽ വിദേശങ്ങളിൽ പോയിട്ടാണെങ്കിൽ പോലും ഈ ഉദ്യോഗസ്ഥർക്ക് ഒരു പരിശീലനം കൊടുക്കണം. അങ്ങനെ ഒരു നല്ലൊരു വെൽ എക്വിപ്ഡ് ടീം ഉണ്ടെങ്കിൽ മാത്രമേ ഈ ജീവികളെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് സാധിക്കുള്ളൂ. പിന്നെ എനിക്ക് ശ്രീ അലക്സ് ഒഴികേലിൻ്റെ വർത്തമാനം കേട്ട സമയത്ത് ഒരു മനുഷ്യന് ഒരു മനസാക്ഷി അല്പം പോലും ഇല്ലാത്തൊരു വ്യക്തി സംസാരിക്കുന്ന പോലെ എനിക്ക് തോന്നിയത്. ഒരു ജീവി, വന്യജീവി അത് ചത്തതിൽ അല്പം പോലും ദുഃഖിക്കേണ്ട കാര്യമില്ല എന്ന് പറയുന്ന സമയത്ത് മനസാക്ഷി അല്പമെങ്കിലും ഉണ്ടോ അങ്ങക്ക് എന്ന് ഞാൻ ചോദിക്കുകയാണ്. ഒരു മനുഷ്യൻ മരിച്ചാൽ കൊടുക്കുന്ന ആ പരിഗണനയെങ്കിലും ഒരു ജീവിക്ക് കൊടുക്കണമെന്ന് വിശ്വസിക്കുന്ന വ്യക്തിയാണ് ഞാൻ. അതായത് അലക്സ് അവിടെ അടങ്ങിയിരിക്കും,
അതായത് നമ്മുടെ ഭരണഘടന പറയുന്ന മൗലിക കർത്തവ്യങ്ങളിൽ എന്താണ് ആർട്ടിക്കിൾ 51A(g) പറയുന്നത് ഓരോ വ്യക്തിയുടെയും ഉത്തരവാദിത്തമാണ് ഈ വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളത്. ആ സമയത്താണ് അലക്സ പറയുന്നത് ഇതിനെ കൊന്നാലും ഒരു വിരോധമില്ല, ഇത് കൊന്നാലും ഇതിനകത്ത് നമ്മൾ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്ന് പറയുന്നത്. അത് അങ്ങയുടെ ഉൾപ്പെടെയുള്ള വ്യക്തികളുടെ ഉത്തരവാദിത്തമാണ് ഈ വന്യജീവികളെ സംരക്ഷിക്കുക എന്നുള്ളത്. അങ്ങനെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നിരുന്നിട്ട് അടച്ചാക്ഷേപിക്കുക വന്യജീവികളെ, അത് ഭരണഘടനയാണ് അവഹേളിക്കുന്നത്. ഭരണഘടന പറയുന്ന ഒരു മൗലിക കർത്തവ്യങ്ങൾ പോലും പാലിക്കാത്ത ഒരു വ്യക്തിക്ക് എങ്ങനെയാണ് അവകാശങ്ങളെ കുറിച്ച് സംസാരിക്കാൻ സാധിക്കുക? മൗലിക കടമകളെ കുറിച്ച് എങ്ങനെയാണ് അവകാശങ്ങളെ കുറിച്ച് പറയാൻ സാധിക്കുക? അങ്ങ് ബോധപൂർവം ജനങ്ങളെ രണ്ട് തട്ടിലാക്കാനായിട്ട് ശ്രമിക്കുകയാണ്. വന്യജീവികൾക്ക് എതിരെ ഒരു വലിയൊരു ടീമിനെ സൃഷ്ടിക്കാനായിട്ട് ശ്രമിക്കുകയാണ് അന്ന് ബോധപൂർവം. ഞാൻ ഇപ്പോൾ ചോദിക്കട്ടെ, അങ്ങ് ഈ സ്റ്റാറ്റിസ്റ്റിക്സ് പറയുന്നുണ്ടല്ലോ വന്യജീവികളുടെ എണ്ണം കൂടി എന്നുള്ള കാര്യം, ഞാനതിനെ അംഗീകരിക്കുന്നു. വന്യജീവികളുടെ എണ്ണം കൂടുന്ന സമയത്ത് മനുഷ്യന്റെ ജനസംഖ്യ എത്രത്തോളം കൂടിയിട്ടുണ്ട്? അതിനെക്കുറിച്ച് അങ്ങ് എന്താ മിണ്ടാതിരിക്കുന്നത്? ഈ പെരുകിയത് മനുഷ്യനാണോ വന്യജീവിയാണോ? മനുഷ്യനും വനങ്ങൾ ഒരുമിച്ച് ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ വളരെ സന്തോഷത്തോടെ സൗഹാർദ്ദത്തോടെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ നിന്ന് മാറി മനുഷ്യൻ മാത്രം ജീവിച്ചാൽ മതി എന്ന് പറയുന്ന അധപ്പതിച്ച മനോഭാവത്തിന്റെ ഉടമയാണ് നിങ്ങൾ. അങ്ങനെ വരുന്ന സമയത്ത് മാനവരാശിക്ക് നിലനിൽക്കാൻ സാധിക്കില്ല. ഈ അടിസ്ഥാന സംസാരിക്കാൻ സാധിക്കുന്നത് വിവിധതരം അഭിപ്രായങ്ങൾ പലതരം അഭിപ്രായങ്ങളുണ്ട്. ഇത് വല്ലാത്ത ഒരു സന്ധിയുമാണ്. പലതരം അഭിപ്രായങ്ങളുണ്ട്. അത് നമ്മൾ ക്രോഡീകരിച്ച ഒരു ചർച്ചയിലൂടെ മുന്നോട്ട് വെക്കുമ്പോൾ അതിലേക്ക് അധികാര സ്ഥാനങ്ങളിൽ ഇടപെടലുണ്ടാകും എന്നതിനപ്പുറത്ത് തർക്കത്തിലേക്ക് പോകേണ്ടതില്ല. ശരി, അങ്ങ് ഉന്നയിച്ച വിഷയം എനിക്ക് മനസ്സിലായി. ശരി, 30 സെക്കൻഡ് തരും. അതായത് നമ്മുടെ ഭരണഘടന ഈ വനത്തെയും വന്യജീവികളെയും മനുഷ്യനെയും ഒരുമിച്ച് സംരക്ഷിക്കണം എന്നാണ് പറയുന്നത്. അതിന് നമ്മുടെ കടമകളുണ്ട്, ഉത്തരവാദിത്തങ്ങളുണ്ട്. അതിന് സാധിക്കാത്ത സാഹചര്യങ്ങളിൽ അതിനെങ്ങനെ മാനേജ് ചെയ്യണോ അതിന്റെ സംവിധാനങ്ങളുണ്ട്. നമ്മളങ്ങനെ പൊരുത്തപ്പെട്ട് ജീവിക്കേണ്ട ഒരു മനസ്സാണ് മനുഷ്യന് വേണ്ടത്. അല്ലാതെ ഒന്നിനെ അടച്ച് ഇല്ലാതാക്കുക ആ മാനവിക കാഴ്ചപ്പാടിൽ നിന്ന് പുറത്തോട്ട് പോകുന്നത് ശരിയല്ല എന്നാണ് ഞാൻ പറയുന്നത്. ശ്രീ സംഷാദ് മരക്കാർ, വയനാടിന് സർക്കാരിന് മുന്നിൽ വെക്കാനുള്ള ആവശ്യം എന്താണ്? ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾക്കൊന്ന് മറുപടി പറയാനുള്ള സമയം തരണം. പറഞ്ഞത് വനം വകുപ്പിനെതിരെ നമ്മൾ പറയുന്നില്ല, നമ്മൾ ആർജവം കാണിക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറയുന്നത് എനിക്ക് ഈ നാട്ടിലെ ജനങ്ങളോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടി എല്ലാ മൃഗങ്ങളെയും കൊല്ലണം എന്നുള്ളൊരു വിഡ്ഢിത്തരമായ ഒരാശയം പറയാൻ ഞാനില്ല എന്നുള്ളതാണ് ഒന്ന്. രണ്ട്, വയനാട്ടിൽ നിന്ന് ജനങ്ങളോട് സർക്കാരിന് മുമ്പിൽ വയ്ക്കാനുള്ളത് ഞാൻ മുന്നും പറഞ്ഞതാണ്. ഈ വയനാട്ടിലെ വനം വകുപ്പിനെ കുറച്ചുകൂടിയും എക്യുപ്പൈഡ് ആക്കണമെന്ന് നിരന്തരമായി പറയുന്നു. രാത്രിയിൽ ഒരു കടുവയോ ആനയോ വന്നാൽ പരിശോധിക്കാൻ പോകാൻ ഒരു സംവിധാനവുമില്ലാതെ ടോർച്ച് എടുത്ത് പോകേണ്ട, ലാത്തി എടുത്ത് പോകേണ്ട ഒരു വനം വകുപ്പാണ് ഇവിടെയുള്ളത്. ഇതാണ് മന്ത്രി വലിയ ഊറ്റം കൊണ്ട് പറയുന്നത് വനം വകുപ്പ് വലിയ സംവിധാനമാണ്. ഒരു സംവിധാനം ഇവിടെയില്ല. ഞങ്ങൾക്ക് പിന്നെ ഈ പാവപ്പെട്ട DFOനെയും ബീറ്റ് ഓഫീസറെയും ചീത്ത പറയുകയും അവരെ തടയുവെക്കുകയും ചെയ്തിട്ട് ഒരു കാര്യവുമില്ല എന്നുള്ള ബോധ്യം ഞങ്ങൾക്കുണ്ട്. അത്രമേൽ കഷ്ടപ്പെടുമ്പോഴാണ് ഞങ്ങൾ എന്തെങ്കിലും ഒന്ന് പറഞ്ഞു പോകുന്നത്. അത് കിഫയുടെ പ്രതിനിധി പറയുന്നത് പോലെയല്ല, പക്ഷെ അത് പരിഹരിക്കാനുള്ള നല്ല ആർജവം ഇവിടുത്തെ എല്ലാ ആളുകൾക്കും ഉണ്ട്. അത് പരിഹരിച്ചു പറഞ്ഞിട്ടില്ല എന്നുള്ളത്. തീർച്ചയായും കഴിയും. അതിനു മുമ്പ് എനിക്ക് ചെറിയൊരു റിക്വസ്റ്റ് ഉണ്ട്, പ്രത്യേകിച്ച് വയനാട്ടിലെ കർഷകരോട്. ദയവ് ചെയ്ത് നമ്മുടെ വനം വകുപ്പ് ഉദ്യോഗസ്ഥരെ ശത്രുക്കളായി കാണരുത്. അവർ രാപ്പകൽ അധ്വാനിക്കുന്നുണ്ട്, വളരെ ആത്മാർത്ഥമായി ശ്രമിക്കുന്നുണ്ട്, അവർക്ക് ചെയ്യാവുന്ന പരമാവധി അവർ ചെയ്യുന്നുണ്ട്. അവരോട് സഹകരിക്കുക. പിന്നെ വേറൊന്ന്, പുറത്ത് വരുന്ന എല്ലാ മൃഗങ്ങളെയും വെടിവെച്ച് കൊല്ലണമെന്നുള്ള ആ ഒരു നയം ദയവ് ചെയ്ത് ഉപേക്ഷിക്കുക. അത് നടക്കില്ല. കാരണം വൈൽഡ് ലൈഫ് മാനേജ്മെൻറ്റാണ് നമുക്ക് ആവശ്യം. അതിൽ കള്ളിങ്, അതായത് കൺട്രോളിങ് ഓഫ് ഇതിൻ്റെ പോപ്പുലേഷൻ കൺട്രോൾ എന്നെല്ലാം പറഞ്ഞ കാര്യങ്ങളുണ്ട്. അതൊക്കെ ചെയ്യാൻ പറ്റുമോ എന്ന് നോക്കുക. കാരണം ഈ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഈ അഹിംസയിൽ വിശ്വസിക്കുന്നതുകൊണ്ടും ഗാന്ധിജിയുടെ സംസ്കാരത്തിൽ വിശ്വസിക്കുന്നതുകൊണ്ടും നമ്മൾ ബ്ലാങ്കറ്റ് ബാനാണ് ഇട്ടിരിക്കുന്നത്. ഒരു ജീവിയെയും കൊല്ലാൻ പാടില്ല എന്നുള്ള രീതിയിലാണ് നമ്മൾ വൈൽഡ് ലൈഫ് മാനേജ്മെന്റ് നടത്തുന്നത്. ശ്രീ ഗുരുവായൂരപ്പൻ ആർട്ടിക്കിൾ 51 AG അത് പ്രിൻസിപ്പൾ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് സ്റ്റേറ്റ് പോളിസിയാണ്. അതിന്റെ മുകളിൽ വരുന്ന ഒന്നാണ് ഫണ്ടമെന്റൽ റൈറ്റ്സ്. ആർട്ടിക്കിൾ 21 ജീവിക്കാനുള്ള അവകാശം. അതിന്റെ താഴെ ഏത് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസും വരും. അത് മനസ്സിലാക്കണം. അതൊന്ന്. രണ്ടാമത്തെ കാര്യം, ഷംസാദ് മരക്കാർ പറഞ്ഞത്
എല്ലാ മൃഗങ്ങളെയും കൊല്ലണമെന്ന് കിഫ പറഞ്ഞിട്ടില്ല. കിഫ പറഞ്ഞത് വനത്തിന്റെ ക്യാരിങ് കപ്പാസിറ്റിയിൽ കൂടുതലുള്ള മൃഗങ്ങളെ റീലൊക്കേറ്റ് ചെയ്യോ അല്ലെങ്കിൽ കള്ളിയോ ചെയ്യണമെന്നാണ്. അതിനെപ്പറ്റി ഇപ്പൊ നമ്മുടെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥനും പറഞ്ഞു. ഓക്കെ, ശത്രുക്കളായിട്ട് ആരും കാണുന്നില്ല. അവസാന റൗണ്ടിൽ എല്ലാവരിലേക്കും ഒരു തവണ കൂടി എത്താനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായാണ് ചുരുക്കിയ സമയമാണെങ്കിലും അങ്ങനെ ചെയ്തത്. മുഴുവൻ കാര്യങ്ങൾ പറയാൻ കഴിഞ്ഞില്ല എങ്കിൽ എന്നോട് ക്ഷമിക്കുകയും ചെയ്യണം. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്തായാലും വയനാട് എന്നുള്ള മലയോര മേഖല ആകെ അഭിമുഖീകരിക്കുന്ന ഒരു വലിയ ജീവൻ മരണ പ്രശ്നം തന്നെയാണ്. അതിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാകേണ്ടതുണ്ട്, പഠനങ്ങൾ ഉണ്ടാകേണ്ടതുണ്ട്. വളരെയധികം നന്ദി.